മോർണിംഗ് everybody. എൻ്റെ പേര് ആന്റണി, സ്വദേശം വൈപ്പിനാണ്. ഞാൻ ഒരു കൊല്ലത്തോളം ആയി ഇതിനകത്ത് വർക്ക് നമ്മുടെ ഈ വൈറ്റോറിയം മേഖലയിൽ വർക്ക് ചെയ്യുന്നത്. വളരെ അത്യുത്സാഹത്തോടെയാണ് ഞാൻ ഇതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത്. എല്ലാവർക്കും അതിൻ്റെതായ ആവശ്യങ്ങൾ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ഈശ്വരനോട് നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സൂമിലേക്ക് ഏവരെയും ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ലീഗലിൽ വളരെ അധികം നാൾ പരിചയമുള്ള MLM-ന്റെ കുലപതിയായ മിസ്റ്റർ ജോയ് പീറ്റർ സാറാണ് ഇന്നത്തെ മീറ്റിംഗ് നമ്മളെ ഇവിടെ അവതരിപ്പിക്കുന്നത്. അതിന്റെ വിഷയം ഞാൻ പറഞ്ഞതുപോലെ വരുമാനം, അൾട്രാബെറി ജ്യൂസിന്റെ ഗുണത്തെക്കുറിച്ചും മറ്റ് എല്ലാ ഗുണങ്ങളെ കുറിച്ചുമുള്ള ഒരു വിശദീകരണമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കുവാൻ ആയിട്ട് മിസ്റ്റർ ജോയ് പീറ്റർ സാറിനെ ഏകദേശം ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സാർ. താങ്ക് യു. സൗണ്ട് ക്ലിയർ അല്ലേ? അപ്പൊ ഈ 6 മണിക്കത്തെ നമ്മുടെ ഡെയിലി സൂമിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യണേ. ഇന്ന് വളരെ 3 കാര്യങ്ങളാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. ഒന്ന് പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റിനെ കുറിച്ചും അൾട്രാബെറിയെ കുറിച്ചും പിന്നെ ഗീർ പശുവിന്റെ ഗീയെ കുറിച്ചുമാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ പലർക്കും പല രീതിയിലുള്ള സംശയങ്ങളുണ്ട്. കാരണം ഇപ്പൊ റീപർച്ചേസിൽ നമ്മൾക്ക് ഈ പ്രൊഡക്റ്റ് എല്ലാം അവൈലബിൾ ആണ്. പലർക്കും ഇത് റീറ്റെയിൽ ചെയ്യണമെന്നൊക്കെ താല്പര്യമുണ്ട്. പക്ഷെ ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു ട്രെയിനിങ് സെക്ഷൻ ആയിട്ട് ഈ സൂം നമ്മൾ ചെയ്യുന്നത്. പിന്നെ ആരെങ്കിലുമൊക്കെ നമ്മുടെ സൂം മീറ്റിംഗിൽ വരാനുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിൽ നിന്ന് ആരെങ്കിലുമൊക്കെ ഇതിൽ പങ്കെടുപ്പിക്കണമെങ്കിൽ അവരെ വിളിക്കുക, പങ്കെടുപ്പിക്കുക. അതേപോലെ തന്നെ നമ്മൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ കേട്ടുപോയതുകൊണ്ട് മാത്രം കാര്യമില്ല. ഒന്ന് നോട്ട് ചെയ്യാനും ആ ഒരു നോട്ടിങ് ഹാബിറ്റ് ശീലിക്കാനും നമ്മൾ തയ്യാറാണ്. ഞാൻ എന്റെ സ്ക്രീൻ ഷെയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേനയും ബുക്കൊക്കെ ഒന്ന് റെഡിയാക്കാം. അപ്പൊ നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് ആണ് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഈ സപ്ലിമെന്റിന് ഒരുപാട് സർട്ടിഫിക്കേഷൻസ് ഉണ്ട്. അതിലൊന്നാണ് USDA ഓർഗാനിക് എന്ന് പറയുന്നത്, യുണൈറ്റഡ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചർ. അതിൽ ഒരു പല ആൾക്കാരും പറയും USDA എന്താന്നൊക്കെ ചോദിക്കും. പല സപ്ലിമെന്റ്സിനും USDA ഉണ്ടാവും, പക്ഷെ USDA ഓർഗാനിക് വളരെ റെയർ ആയിട്ടാണ്. അപ്പൊ നമ്മുടെ ഈ സപ്ലിമെന്റിന് USDA ഓർഗാനിക് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ നമുക്കുണ്ട്. അപ്പൊ എന്താണ് ഓർഗാനിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് ഞാൻ സംസാരിച്ചു വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. പിന്നൊരു അവാർഡ് നമുക്ക് സർട്ടിഫിക്കേഷൻ ഉള്ളത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സർട്ടിഫിക്കേഷൻ നമുക്കുണ്ട്. അസാഡ് അനലൈസ് ആൻഡ് ക്രിട്ടിക്കൽ കൺട്രോൾ പോയിന്റ്സ്, ഇവരുടെ HACCP എന്ന് പറയുന്ന അവരുടെ സർട്ടിഫിക്കേഷൻ ഈ സപ്ലിമെന്റ്സിനുണ്ട്. കോഷർ, സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അസോസിയേറ്റ്സ് വിത്ത് ബീയിങ് കോഷർ, അപ്പൊ ആ ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ്, ഇത് മിക്കവാറും എല്ലാ ആയുർവേദ കമ്പനികൾക്കും വളരെ നിർബന്ധമായിട്ടുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ്. ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന്റെ പ്രൊഡക്ഷനുമായി ബന്ധപ്പെട്ട് ഫ്രം ദ ഫസ്റ്റ് സ്റ്റേജ് ടു ലാസ്റ്റ് സ്റ്റേജ് വരെ നമ്മളത് ആ മാനുഫാക്ചറിന് വേണ്ടി യൂസ് ചെയ്യുന്ന ആ ഒരു മിഷനറിയും കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ GMP എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ഉള്ളത്. അപ്പൊ അത്രക്കും എന്താ പറയുക യൂണിക് ആയിട്ടുള്ള മിഷനറീസ് യൂസ് ചെയ്യുന്ന കമ്പനികൾക്ക് മാത്രമായിരിക്കും ഈ GMP എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ കിട്ടുന്നത്. പിന്നെ നമുക്കറിയാം SSAT, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സർട്ടിഫിക്കേഷൻ ഉണ്ട്. ഇത് കൂടാണ്ട് UK ലോട്ട്സ് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ നമുക്കുണ്ട്. അത് അവർ ഇതിൽ മെൻഷൻ ചെയ്തിട്ടില്ല. അത് വളരെ പ്രാധാന്യമുള്ള ഒരു സർട്ടിഫിക്കേഷൻ ആണ്. അങ്ങനെ ഒരു സർട്ടിഫിക്കേഷൻ നമുക്കുണ്ട്. അപ്പൊ നമ്മളുടെ ഈ ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നോ കെമിക്കൽസ്, നോ സ്റ്റിറോയിഡ്, മൈക്രോബയൽസ് ഫ്രീ ആണ്. മൈക്രോബയൽസ് എന്ന് പറയുന്നത് ഈ വളരെ കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത വളരെ സൂക്ഷ്മമായിട്ടുള്ള ചെറിയ ഹാംഫുൾ ആയിട്ടുള്ള ചില ജീവികളാണ്. അതിനെ നമ്മൾ ഇതിൽ നിന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. പ്രിസർവേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, ഷെൽഫ് ലൈഫ് ടെസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഫൈറ്റോ ആക്റ്റീവ് ആണ്.
ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ്. അതേപോലെ തന്നെ ഹോർമോൺസ് ഒന്നും നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. ഹെവി മെറ്റൽസ് ഫ്രീ ആണ്. ഈ ഹെവി മെറ്റൽസ് ഫ്രീ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ് ആണ്. അപ്പൊ നമ്മൾ മണ്ണിലായിരിക്കും ഇത് നടുന്നത്. അപ്പൊ പലപ്പോഴും മണ്ണിലുള്ള പല ടോക്സിൻസും പ്ലാന്റുകൾ വലിച്ചെടുക്കാനും അങ്ങനെ നമ്മളുടെ ഈ പറയുന്ന സപ്ലിമെന്റ്സിലേക്ക് ഹെവി മെറ്റൽസ് പോലെയുള്ള സാധനങ്ങൾ വരാനും അത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് പല രീതിയിലുള്ള പ്രത്യേകിച്ച് കിഡ്നി പോലെയുള്ള അവയവങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇത് ഫ്രീ ആണ്. ഇതുകൊണ്ടാണ് നമുക്ക് ഓർഗാനിക് എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോ നമ്മള് ഇതിന്റെ വില നോക്കുമ്പോൾ പലപ്പോഴും വില കൂടുതലായിരിക്കും. ആ കൂടുതൽ വരുന്നതിന്റെ കാര്യം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച് ആ രീതിയിൽ പ്ലാന്റേഷൻ നടത്തുന്നത് കൊണ്ടാണ് ഈ സപ്ലിമെന്റ്സിന് വില വരുന്നത്. സാധാ നമ്മൾ സപ്ലിമെന്റ്സ് നോക്കിക്കഴിഞ്ഞാൽ അധികം വില ഉണ്ടാകാറില്ല. വില വളരെ കുറവായിരിക്കും. പക്ഷെ അതിനകത്തൊക്കെ ഈ പറയുന്ന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ടാവും എന്നുള്ളതാണ്. ഏതാണ്ട് 450ഓളം ഫൈറ്റോ ആക്റ്റീവ് സ്ക്രീനിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ റീജനറേഷൻ പ്രോസസ് ഉള്ള പ്രൊഡക്റ്റ് ആണ്. 8ഓളം ക്ലിനിക്കൽ ട്രയൽസ് നമ്മൾ നടത്തിയിട്ടുണ്ട്. 100ഓളം പബ്ലിക്കേഷൻസ് റിസർച്ച് പബ്ലിക്കേഷൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. 20 കേസ് സ്റ്റഡീസ് ഉണ്ട്. അതേപോലെ തന്നെ 20 കൂടുതൽ പേറ്റന്റിന് വേണ്ടി നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ഈ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ്സ് വർക്ക്സ് ഓൺ റൂട്ട് കോസ്. ഇപ്പൊ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇസ് ഈക്വൽ ടു മെഡിസിൻ ആണ്. കാരണം ഞാൻ പണ്ടൊരു ഏതൊരു ബുക്കിൽ വായിച്ച ഒരു സംഭവമാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയും വൈദ്യന്മാരുടെ അടുത്ത് പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് ഋഷി മുനിമാരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ഔഷധത്തെ കുറിച്ച് പഠിക്കാൻ ചെല്ലുകയും ഔഷധത്തെ കുറിച്ച് പഠിച്ചതിന് ശേഷം ആ വ്യക്തിക്ക് നൽകുന്ന പരീക്ഷ എന്ന് പറയുന്നത് ഏത് ചെടിയിലാണ് ഔഷധ ഗുണമില്ലാത്ത ചെടി ആ ചെടി കണ്ടെത്താൻ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിന് ടാസ്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ പരീക്ഷ അതായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം ലോകം മുഴുവനും കറങ്ങി ഏതാണ്ട് 1-2 വർഷം കഴിഞ്ഞപ്പോഴാണ് തിരിച്ചെത്തുന്നത്. ഇത് ഗുരുവിനോട് പറഞ്ഞ് ഒരു പ്ലാന്റിൽ പോലും ഔഷധമില്ലാത്ത ഒരു സസ്യം പോലും എനിക്ക് കണ്ടെത്താൻ സാധിച്ചില്ല. അപ്പൊ അതാണ് പ്ലാന്റ് എന്ന് പറയുന്നത്. പ്ലാന്റ് ഇസ് ഈക്വൽ ടു മെഡിസിൻ ആണ്. അപ്പൊ നമ്മളുടെ ഇത് എന്താ പറയുന്നത്, ദിസ് പ്രോഡക്റ്റ് ഇസ് ഡെവലപ്ഡ് ആൻഡ് മാനുഫാക്ചർഡ് വിത്ത് എ യൂണിക് ടെക്നോളജി കോൾഡ് സൈനർജസ്റ്റിക് ഫൈറ്റോ കാഷ്വാലിറ്റി ടാർഗറ്റ് എന്ന് പറയും. ഈ സൈനർജസ്റ്റിക് ഫൈറ്റോ കാഷ്വാലിറ്റി ടാർഗറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പ്ലാന്റിൽ നിന്ന് ഫൈറ്റോ കെമിക്കൽസും ഫൈറ്റോ ന്യൂട്രീഷൻസും സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു സംവിധാനത്തെയാണ് ഈ സൈനർജസ്റ്റിക് ഫൈറ്റോ കാഷ്വാലിറ്റി ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇത് ലോകത്ത് 100-ൽ താഴെ കമ്പനികൾ മാത്രമാണ് ഈ രീതിയിൽ ഫുഡ് സപ്ലിമെന്റ് തയ്യാറാക്കുന്നത്. ഇതിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. ഫൈറ്റോ കെമിക്കലും ഫൈറ്റോ ന്യൂട്രീഷനും കൂടി ചേരുമ്പോൾ ഒരു ഗ്രേറ്റർ റിസൾട്ട് ആണ് നമുക്ക് അവിടെ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നത്. അപ്പൊ നമ്മളുടെ ഈ സപ്ലിമെന്റ്സിനെ ക്യൂറിങ് എബിലിറ്റി വളരെ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. വളരെ ഫാസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾക്ക് അതിന്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത്. അതാണ് ഈ ഒരു ടെക്നോളജിയുടെ പ്രത്യേകത. ഈ ഒരു ടെക്നോളജി യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സപ്ലിമെന്റ്സിന് ക്യാഷ് കൂടാനുള്ള അല്ലെങ്കിൽ പൈസ കൂടാനുള്ള ചാൻസസ് ഉണ്ടെന്നുള്ളതാണ്. ലോകത്ത് 100-ൽ താഴെ കമ്പനികൾ മാത്രമേ ഇത്രയും ഈ രീതിയിൽ ഈ പറയുന്ന സപ്ലിമെന്റ്സ് നിർമ്മിക്കുന്നുള്ളൂ. അത് മിക്കവാറും കുറെ കമ്പനികളൊക്കെ തന്നെ അമേരിക്കൻ കമ്പനീസ് ആണ്. അപ്പൊ എവറി ഡിസീസ് ഹാവ് എ 4 റൂട്ട് കോസ് എന്നാണ് ഇവര് പറയുന്നത്. അതിൽ ഒന്നാമത്തത് ഇൻഫ്ലമേഷൻ ആണ്. രണ്ടാമത്തത് ഗട്ട് ഹെൽത്ത് ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. മൂന്നാമത്തത് ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡർ ആകുമ്പോഴാണ്. നാലാമത്തത് സെൽ ഡീജനറേഷൻ ആണ്. ഈ 4 കാര്യങ്ങളാണ് രോഗത്തിന്റെ മെയിൻ കാരണങ്ങൾ. ഇതിൽ ഇവർ പറയുന്നത് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം കറക്റ്റ് ആയാൽ ബാക്കി 3 കാര്യം കറക്റ്റ് ആക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്. പക്ഷെ ഇവിടെ നമ്മളുടെ സപ്ലിമെന്റിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഈ 4 കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന എബിലിറ്റി ഉള്ള സപ്ലിമെന്റ്സ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഒരു കാര്യമല്ല, ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ശരിയായാൽ മതി. ഇമ്മ്യൂൺ സിസ്റ്റം ഡിസോർഡർ മതി കറക്റ്റ് ആയി കഴിഞ്ഞാൽ ബാക്കി 3 കാര്യങ്ങളും ബോഡിക്ക് തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ കാര്യങ്ങൾ പ്രോപ്പർ ആയി കഴിഞ്ഞാൽ ബാക്കി 3 കാര്യങ്ങളും കറക്റ്റ് ആവും. അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ മാറിക്കഴിഞ്ഞാൽ ബാക്കി 3 കാര്യങ്ങളും കറക്റ്റ് ആവും. പക്ഷെ ഇവിടെ 3 കാര്യമല്ല 4 കാര്യത്തിനെ കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളുടെ ഈ പറയുന്ന സപ്ലിമെന്റിൽ നമ്മൾക്ക് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ ഇത് കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു റിസൾട്ടും കാര്യങ്ങളും നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഇതിൽ ആദ്യമേ നമുക്കറിയാം ഷുഗർ ബാലൻസ് ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഷുഗർ ബാലൻസ് എന്ന് പറയുമ്പോൾ ഇംപ്രൂവ് ബ്ലഡ് സർക്കുലേഷൻ, യൂട്ടിലൈസേഷൻ. അപ്പൊ ഇവിടെ നമുക്കറിയാം 2 ടൈപ്പിലുള്ള പ്രശ്നങ്ങളാണ് നമുക്കുള്ളത്. ഒന്ന് പാൻക്രിയാസിലുള്ള ബീറ്റാ സെല്ലുകൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല. ഒന്ന് അതാണ് പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്,
പക്ഷെ ആ ഇൻസുലിനുമായിട്ട് സെൽസ് റിയാക്ട് ചെയ്യാൻ എന്താ പറയുന്നത്, സെൽസ് അത് സ്വീകരിക്കുന്നില്ല. രണ്ടാമത്തത് ഒരു വിഷയം അതാണ്. ഇവിടെ നമ്മളുടെ ഈ പറയുന്ന സപ്ലിമെന്റ് നമ്മൾ കഴിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഈ പറയുന്ന രണ്ട് കാര്യങ്ങൾക്കും നമ്മൾക്ക് എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ്. രണ്ട് കാര്യങ്ങൾക്കും നമ്മൾക്ക് എഫക്റ്റ് കിട്ടും എന്നുള്ളതാണ്. അതാണ് ഈ നമ്മുടെ ഈ പറയുന്ന സപ്ലിമെന്റ്സിന്റെ ഒരു പ്രത്യേകത. ഇതൊരു 3 മാസം നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മൾക്ക് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. ഇവിടെ നമുക്കറിയാം നമ്മുടെ മിക്കവാറും ആൾക്കാർ നമ്മുടെ മാട്രസ് ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ആ മാട്രസിന്റെ കൂടെ നമ്മൾ ഈ പറയുന്ന സപ്ലിമെന്റ് യൂസ് ചെയ്യാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് 3 മാസത്തിനുള്ളിൽ തന്നെ ഷുഗറിൽ നമുക്ക് നോർമലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ രീതിയിൽ രാവിലെയും വൈകിട്ടും ഓരോ ടാബ്ലറ്റ് നമ്മൾ കഴിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്കത് ഒരു ബോട്ടിലിൽ 60 ടാബ്ലറ്റ്സ് ഉണ്ടാവും. 2200 രൂപയാണ് ഇതിന്റെ റീപർച്ചേസ് റേറ്റ് വരുന്നത്. അത് നമ്മൾ ഓരോ മാസം വാങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് 30 ദിവസം കഴിക്കാനുള്ള സംഭവം ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഷുഗർ എന്ന് പറയുന്നത് ഒരു രോഗമല്ല, ഒരു ഡിസോർഡർ ആണ്. പക്ഷെ ഈ ഷുഗർ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോട്ടൽ ഓർഗൻസിനെ ഇത് തകരാറിലാക്കുന്നുള്ള, നമ്മുടെ കണ്ണിനെ, നമ്മുടെ കണ്ണുകൾക്ക് ഇത് പ്രോബ്ലം ഉണ്ടാക്കും, നമ്മുടെ നെർവ് സിസ്റ്റത്തെ ഇത് ബാധിക്കും, കിഡ്നിയെ ബാധിക്കും, ഹാർട്ടിനെ ബാധിക്കും. അങ്ങനെ പല കാര്യങ്ങളും ഈ പറയുന്ന ഷുഗർ നമ്മൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുള്ള. ആ സൈഡ് എഫക്ട്സ് 100% നമ്മൾക്ക് ഒഴിവാക്കാനും ഷുഗർ നമുക്ക് നോർമൽ ആക്കാനും ഈ ടാബ്ലറ്റ് നമ്മൾ കഴിക്കുക. കാരണം നമ്മൾക്കറിയാം മാഗ്നറ്റിക് എനർജി കൊണ്ട് മാത്രം നമ്മൾക്ക് ക്യൂറ് കിട്ടില്ല. കാരണം നമ്മുടെ ശരീരത്തിന് സപ്ലിമെന്റ്സിന്റെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ ന്യൂട്രീഷൻസിന്റെ ആവശ്യമുണ്ട്. അപ്പൊ ഇതിനകത്ത് വന്നിരിക്കുന്നത് ഫൈറ്റോ കെമിക്കൽസും ഫൈറ്റോ ന്യൂട്രീഷനുമാണ്. അപ്പൊ ഈ രണ്ടിന്റെയും ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അത് വല്ലാത്തൊരു കോമ്പിനേഷനാണ്. ആ കോമ്പിനേഷനിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് 3 മാസം ധൈര്യമായിട്ട് നമുക്ക് പറയാം, 90 ദിവസത്തിനുള്ളിൽ അവരുടെ ഈ പറയുന്ന ഷുഗർ ലെവൽ നമുക്ക് നോർമലൈസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പൊ മാട്രസ് ഉപയോഗിക്കുന്ന ആൾക്കാരും കൂടി ഉണ്ടെങ്കിൽ ചിലപ്പോൾ അത് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഒരു 3 to 6 months എന്ന് നമുക്ക് പറയാം ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്താൽ. അല്ലെങ്കിൽ എന്ത് പറ്റും, ജീവിതകാലം മുഴുവനും ഇതിന് മരുന്ന് കഴിച്ചുകൊണ്ട് ജീവിതകാലം മുഴുവനും ഈ രോഗം നമ്മൾ ചുമന്ന് നടക്കേണ്ടി വരും, ഈ ഡിസോർഡർ നമ്മൾ ചുമന്ന് നടക്കേണ്ടി വരും. മറിച്ച് ഇതൊരു 3 മാസം മുതൽ 6 മാസം വരെ നമ്മൾ യൂസ് ചെയ്യണേ. ഒരു കസ്റ്റമർ ബേസ്ഡ് നമ്മൾ സംസാരിക്കുമ്പോൾ 3 to 6 months തന്നെ നമ്മൾ പറയണം, ഒരു ലോങ് ഡ്യൂറേഷനിൽ തന്നെ പറയണം. ചില ആൾക്കാരുടെ ബോഡിയുടെ അവസ്ഥയൊന്നും നമുക്ക് അറിയാൻ സാധിക്കില്ല. ചില ആൾക്കാർ ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യൂല, അതാണ് വേറൊരു പ്രശ്നം. ഇത് റെഗുലർ ആയിട്ട് മുടങ്ങാതെ നമ്മൾ യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇനി മറ്റൊന്നാണ് നമ്മളുടെ മെമ്മറി മാക്സ് എന്ന് പറയുന്നത്. മെമ്മറി മാക്സ് എന്ന് പറയുമ്പോൾ പലപ്പോഴും ഈ ഫെറ്റിക് ആയിട്ടുള്ള ആൾക്കാർ, ക്ഷീണം, അതേപോലെ തന്നെ മൂഡ് ചേഞ്ച്, എനർജി ഇല്ലായ്മ, ഇങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ സംബന്ധിച്ച് അത് ഈ ഹൈ ഡിപ്രഷനുള്ള ആൾക്കാർ, സ്ട്രെസ്, ആങ്സൈറ്റി, ഓവർ തിങ്കിങ്, ഏത് നേരവും ഈ പറയുന്ന പോലെ വല്ലാത്ത ഒരു ചിന്താ രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ഈ മെമ്മറി മാക്സ് ഒരു ടാബ്ലറ്റ് 30 മിനിറ്റ് ആഫ്റ്റർ മീലാണ് കഴിക്കേണ്ടത്, ബിഫോർ മീൽ അല്ല. നമ്മൾ ഭക്ഷണത്തിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇത് കഴിക്കേണ്ടത്. ഇത് നമ്മൾ ശ്രദ്ധിക്കണം, ചിലത് ബിഫോർ മീലാണ്, ചിലത് ആഫ്റ്റർ മീൽ ഉണ്ട്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മൾ ആ സപ്ലിമെന്റ് വാങ്ങിക്കുന്ന സമയത്ത് ആ ബോട്ടിലിൽ അത് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാവും, ഏത് സമയത്താണ് ഇത് കഴിക്കേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, അത് നമ്മൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇത് നമ്മൾക്ക് സ്ട്രെസ് ഇല്ലാണ്ടാക്കും, ആങ്സൈറ്റി ഇല്ലാണ്ടാക്കും, ഓവർ തിങ്കിനെ ഒഴിവാക്കും. ഹൈ ഡിപ്രഷൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. നമ്മൾക്ക് കാംനെസ് പ്രൊമോട്ട് ചെയ്യരുത്. അപ്പോൾ ആ ഒരു മൂഡ് ചേഞ്ചും കാര്യങ്ങളൊക്കെ നമുക്ക് ഒഴിവായി കിട്ടും. അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ യൂസ്ഫുൾ ആണ്. എപ്പിലെപ്സി ഉള്ളവർക്ക്, ചുഴലി അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവർക്കും ഇത് യൂസ്ഫുൾ ആയിട്ട് വരും റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. ഇനി അടുത്തതാണ് നമ്മുടെ അഡ്വാൻസ് ഹെൽത്തി ഹാർട്ടും അഡ്വാൻസ്ഡ് omega-3 എന്ന് പറയുന്നത്. അപ്പൊ അഡ്വാൻസ് ഹെൽത്തി ഹാർട്ട് നമുക്കറിയാം, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. നമ്മളുടെ ഈ പറയുന്ന ഹാർട്ടിന്റെ എന്താ പറഞ്ഞ ബീറ്റ്, അത് ഒരു റിതമിക്കലി ഒരു എന്താ പറഞ്ഞ ഒരു നല്ലൊരു റിതമിക് ആയിട്ട് ബീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിലേക്ക് നമുക്കിത് നമ്മുടെ ഹാർട്ടിന്റെ പ്രവർത്തനത്തെ നമുക്ക് ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കും. അതേപോലെ തന്നെ LDL കൊളസ്ട്രോളിനെ ഇല്ലാണ്ടാക്കാനും കുറക്കാനും, അതേപോലെ തന്നെ HDLന്റെ ഇംപ്രൂവ് ചെയ്യാനും ഇത് സഹായിക്കും എന്നുള്ളതാണ്. ഇത് നമ്മൾ ഒരു ടാബ്ലറ്റ് 2 പ്രാവശ്യം 30 മിനിറ്റ്സ് ബിഫോർ മീലാണ്. നമ്മളിത് ഭക്ഷണത്തിന് മുമ്പ് 30 മിനിറ്റ് മുമ്പെങ്കിലും നമ്മൾ ഈ ടാബ്ലറ്റ് കഴിച്ചിരിക്കുക, രാവിലെയും വൈകിട്ടും. ഹാർട്ടിന് വേറെ പ്രോബ്ലം ഇല്ല
അല്ലാത്തവര് രാത്രി ഒരു ടാബ്ലറ്റ് കഴിച്ചാലും മതിയാവും. എന്തെങ്കിലും പ്രോബ്ലം ഉള്ള വ്യക്തികൾ തീർച്ചയായിട്ടും ഇത് 2 ടാബ്ലറ്റ് കഴിക്കണം എന്നുള്ളതാണ്. നമ്മളിത് കൊടുക്കുമ്പോൾ ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പറയേണ്ടത്, ഇത് സപ്ലിമെന്റ് ആണ്. നമ്മൾ ഒരു കാരണവശാലും മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികൾ മരുന്ന് നിർത്തിയിട്ട് ഈ പറയുന്ന നമ്മുടെ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. മരുന്ന് നിർത്താനുള്ള അവകാശം നമ്മൾക്കില്ല. അവര് ചെക്കപ്പിന് ചെല്ലുന്ന സമയത്ത് ഡോക്ടറാണ് മരുന്നും കാര്യങ്ങളൊക്കെ അവർക്ക് നിർത്തി കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ സ്വയം നമ്മൾ ഈ മരുന്നുകൾ ഒഴിവാക്കിക്കോ ഇത് കഴിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അപകട അവസ്ഥയിലേക്ക് പോകും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം ഇത് മരുന്നല്ല എന്നുള്ള കാര്യം നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോ ഈ പറയുന്ന രീതിയിൽ നമ്മൾക്ക് ഹൈപ്പർ ടെൻഷൻ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, കൊളസ്ട്രോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് ഇത് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഈ ഒമേഗ-3യും കൂടി നമുക്ക് യൂസ് ചെയ്യാൻ സാധിച്ചാൽ വളരെ നല്ലതാണ്. കാരണം ഈ ഒമേഗ-3ക്ക് ഇൻഫ്ലമേഷൻ റിഡ്യൂസ് ചെയ്യാനുള്ള ഇതുണ്ട്. അതേപോലെ തന്നെ ഇൻഫെക്ഷൻ, സ്വെല്ലിങ്, പെയിൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഇതിനകത്ത് ഒമേഗ-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അത് മാത്രമല്ല ഇത് മീനിൽ നിന്നല്ല എടുക്കുന്നത്, നമ്മൾ 100% പ്ലാന്റിൽ നിന്നായതുകൊണ്ട് 100% വെജിറ്റേറിയൻ ആണ്. അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട്. ചില ആൾക്കാർക്ക് മീൻ ഗുളിയൊന്നും കഴിക്കൂല. വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർ മീൻ ഗുളി അങ്ങനെയുള്ള സാധനമൊന്നും കഴിക്കൂല. അങ്ങനെയുള്ളവർക്ക് 100% ധൈര്യമായിട്ട് ഇത് യൂസ് ചെയ്യാം. 100% ഇത് വെജിറ്റേറിയൻ ആണ്. ഇത് ആഫ്റ്റർ മീലാണ് നമ്മൾ കഴിക്കേണ്ടത്. നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന സപ്ലിമെന്റ് നമ്മൾ കഴിക്കേണ്ടത്. ഇനി അടുത്തതാണ് നമ്മുടെ ലിവർ ക്ലെൻസ്. അപ്പൊ ഈ ഒമേഗ-3ക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ നെർവ് സിസ്റ്റത്തിനെ കറക്റ്റ് ചെയ്യാനും ബ്ലോക്കുകൾ ഒഴിവാക്കാനും എപ്പോഴും ഒരു ലൂബ്രിക്കേറ്റഡ്, നമ്മുടെ ഈ പറയുന്ന നരമ്പുകളുടെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടാതിരിക്കാനൊക്കെ ഒമേഗ-3ക്ക് വളരെ ഗുണം ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ ഇത് അഡ്വാൻസ്ഡ് ഹെൽത്തും ഹാർട്ട് ഹെൽത്തും ഒമേഗ-3യും കൂടി ഒരുമിച്ച് കഴിച്ചു കഴിഞ്ഞാൽ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും എന്നുള്ളതാണ്. ഇനിയിപ്പോ അഡ്വാൻസ്ഡ് ലിവർ ക്ലെൻസ്. ലിവർ ക്ലെൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് പല ആൾക്കാർക്കും തടി കുറയുന്നില്ല. തടി കുറയാത്തതിന്റെ ഒരു കാര്യം ഫാറ്റി ലിവർ ആയിരിക്കുള്ളൂ. നമ്മൾ ഭക്ഷണമൊക്കെ ക്രമീകരിച്ചിട്ടും വയറ് കുറയുന്നില്ല അല്ലെങ്കിൽ തടി കുറയുന്നില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരെ സംബന്ധിച്ച് ഫാറ്റി ലിവർ ആയിരിക്കും. അത് ഗ്രേഡ് 1, ഗ്രേഡ് 2, ഗ്രേഡ് 3 ഈ 3 ഗ്രേഡിൽ വരുന്ന ഫാറ്റി ലിവറിനെ നമുക്ക് കറക്റ്റ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ പറയുന്ന ലിവർ സെൽസ് ഡാമേജ്, അതേപോലെ ലിവറിന്റെ ഇൻഫ്ലമേഷനൊക്കെ ഇത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഇത് ഏറ്റവും കൂടുതൽ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാർ, കോർപ്പറേറ്റ് ജീവനക്കാർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം അവർ ഒരു ദിവസം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരുന്ന് ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. മിക്കവാറും ഒരു 70% ആൾക്കാരിലും ലിവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഉണ്ടാവുന്നതാണ്. ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വളരെ നല്ലതാണ്. ഇത് ബിഫോർ മീൽസ് ആണ് നമ്മൾ കഴിക്കേണ്ടത്. 30 മിനിറ്റ് ഭക്ഷണത്തിന് മുമ്പാണ് നമ്മൾ ഒരു ദിവസം 2 ടാബ്ലറ്റ് വെച്ച് നമുക്ക് ഇത് യൂസ് ചെയ്യാന്നുള്ളതാണ്. ഇനി അഡ്വാൻസ് ഡീടോക്സ്. നേരത്തെ നമ്മൾ പറഞ്ഞു നമ്മുടെ ഗട്ടുമായി ബന്ധപ്പെട്ടിട്ട്, ഡൈജസ്റ്റീവ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് വിഷയങ്ങൾ ഉണ്ടാകാം. കാരണം നമ്മൾക്കറിയാം നമ്മുടെ വയറ് കറക്റ്റ് അല്ലെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു രോഗാവസ്ഥയിലേക്ക് നമ്മുടെ ബോഡി പോകും എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ നമ്മുടെ ഈ പറയുന്ന അഡ്വാൻസ്ഡ് ഡീടോക്സ് നമ്മൾ കഴിക്കുമ്പോൾ ഈ ഗട്ട് ആ ഒരു സിസ്റ്റത്തെ ഇത് കറക്റ്റ് ചെയ്യാനും, അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിലുള്ള നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്ത ബാക്ടീരിയ ഉണ്ട്. നമ്മുടെ ദഹനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നല്ല ബാക്ടീരിയ ഉണ്ട്, ചീത്ത ബാക്ടീരിയ ഉണ്ട്. ഇതിനെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മളുടെ ഈ അഡ്വാൻസ്ഡ് ഡീടോക്സ് സഹായിക്കുന്നുള്ള. അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിപ്പേഷൻ ഉള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ ഫ്ലഷ് ചെയ്ത് പുറത്തു കളയാനായിട്ട് ഇത് സഹായിക്കുന്നതാണ്. അത് മാത്രമല്ല ഇതിന് ഫാറ്റ് ലോസ് വരുത്താനും നമ്മളെ സാധിക്കുന്നതാണ്. ഒരു മാസത്തിൽ മിനിമം റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് 3 കിലോ വരെയും അയാളുടെ ഫാറ്റ് ബേൺ ചെയ്ത് കളയാനായിട്ട് നമ്മുടെ ഈ പറയുന്ന അഡ്വാൻസ് ഡീടോക്സിന് സാധിക്കുന്നതാണ്. ഈ അഡ്വാൻസ് ഡീടോക്സ് നമ്മൾ ആഫ്റ്റർ മീലാണ് കഴിക്കേണ്ടത്. 30 മിനിറ്റ് കഴിഞ്ഞിട്ട്, ആഫ്റ്റർ മീൽ ഭക്ഷണത്തിന് ശേഷം 30 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറയുന്ന കഴിക്കേണ്ടത്. ഒരു ദിവസം 2 ടാബ്ലറ്റ് നമുക്ക് കഴിക്കാം. ഇത് കഴിക്കുന്ന സമയത്ത് ചില ആൾക്കാരെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ചില ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാം. ചില ആൾക്കാർക്ക് ഛർദി അനുഭവപ്പെടാം. ചില ആൾക്കാർക്ക് ഈ പറയുന്ന പോലെ എന്താ പറയുക ലൂസ് മോഷൻ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. അത് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളാണ് ഈ പുറത്തേക്ക് പോണത്. അല്ലാണ്ട് ഇതില് ഡീടോക്സ് സപ്ലിമെന്റിന് അതിൽ യാതൊന്നും ചെയ്യാനില്ല. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് പ്രോബ്ലംസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദിവസത്തിൽ ഒരെണ്ണേ കഴിക്കാൻ പാടുള്ളൂ.
അങ്ങനെ ഒരെണ്ണം കഴിച്ചു നോക്കുക. എന്നിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം എപ്പോഴും മനസ്സിലാക്കുക, നമ്മളൊരു അടച്ചുപൂട്ടി ഇട്ടേക്കണ ഒരു വീട്, അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് നമ്മൾ ആ വീടിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളിത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പൊടി നമ്മുടെ മൂക്കിൽ പോകും, തുമ്മൽ വരും, ചുമ വരും, പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാവും. പക്ഷെ ആ ക്ലീനിങ് കഴിഞ്ഞ് എല്ലാം വേസ്റ്റും പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വീട്ടിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനും നടക്കാനും ഏത് രീതിയിൽ നമുക്ക് അവിടെ പെരുമാറാൻ നമുക്ക് സാധിക്കുന്നതാണ്. ഈ ഒരു സിറ്റുവേഷൻ നമ്മുടെ ശരീരത്തിനകത്ത് നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ നടക്കുമ്പോൾ ഇതൊരു ഇങ്ങനെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് ഒരു ദിവസം ഒരെണ്ണം വെച്ച് കഴിച്ചു നോക്കുക. എന്നിട്ടും പറ്റുന്നില്ലെന്നാണെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ ഒരെണ്ണം വെച്ച് കഴിച്ചു നോക്കുക, അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ടാബ്ലറ്റ് വെച്ച് കഴിച്ചു നോക്കുക. അങ്ങനെ സിവിയർ ആയിട്ട് എന്തെങ്കിലും വിഷയങ്ങളുള്ള ആൾക്കാരാണെങ്കിൽ, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെന്നാണെങ്കിൽ ആ രീതിയിൽ നമുക്കിതിനെ നമ്മൾ കഴിക്കുന്ന ഈ ഡീടോക്സ് ടാബ്ലറ്റ് നമ്മൾക്ക് ക്രമപ്പെടുത്തി കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ ഇതൊന്ന് കഴിക്കുക. കാരണം നമ്മളൊന്നും നമ്മുടെ ശരീരത്തെ ഒന്നും നമ്മൾ സർവീസ് ചെയ്യാറില്ല. നമ്മൾ ഇത്രയും കാര്യങ്ങൾ, നല്ല സാധനങ്ങൾ നമ്മൾ കഴിക്കുന്നതിന് മുമ്പ് ആയുർവേദത്തിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ വയറിളക്കും. വയറ് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷമായിരിക്കുള്ളൂ അവരുടെ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നാൽ മാത്രമേ അത് ശരീരത്തിൽ പിടിക്കുള്ളൂ. എന്ന് പറയുന്ന പോലെ നമ്മൾ ഈ നല്ല കാര്യങ്ങൾ, നല്ല സംഭവങ്ങൾ കഴിക്കുന്നതിന് മുമ്പായിട്ട് എത്രയോ വർഷമായിട്ട് നമ്മുടെ ബോഡി നമ്മൾ സർവീസ് ചെയ്തിട്ടില്ല, നമ്മൾ വയറിളക്കിയിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പൊ ഈ ഡീടോക്സ് നമ്മൾ ഒരെണ്ണം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മളുടെ ശരീരത്തിലുള്ള അഴുക്കുകളെ പുറന്തള്ളാനും അത് പുറന്തള്ളി ശുദ്ധം വരുത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് അതിനുശേഷം നമ്മൾ എന്ത് സപ്ലിമെന്റ്സ് കഴിച്ചാലും എന്ത് ജ്യൂസ് കഴിച്ചാലും അത് ബോഡിക്ക് അബ്സോർവ് ചെയ്യാനും അത് നല്ല രീതിയിൽ അത് യൂസ്ഫുൾ ആയിട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഒരെണ്ണം കഴിച്ചു നോക്കുക, എന്നാൽ മാത്രമേ നമുക്ക് അതിന്റെ കാര്യങ്ങൾ അറിയാൻ സാധിക്കുള്ളൂ. ഇനി അടുത്തതാണ് നമ്മളുടെ ഈ പറയുന്ന ഡീപ് സ്ലീപ്പ്. അപ്പൊ ഈ ഡീപ് സ്ലീപ്പ് എന്ന് പറയുമ്പോൾ ഇന്ന് പല ആൾക്കാർക്കും വളരെ സ്ട്രെസ്, ആങ്സൈറ്റി ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് പല ആൾക്കാർക്കും ഉറങ്ങാൻ പറ്റാത്തത്. പല രീതിയിലുള്ള പ്രശ്നങ്ങൾ, അവരുടെ എന്താ പറയുക, സ്ലീപ്പ് പാറ്റേൺ കറക്റ്റ് അല്ല എന്ന് പറഞ്ഞാല് ഉറങ്ങും ഉണരും ഇങ്ങനെയുള്ള ഒരു അവസ്ഥയാണ്. അവർക്ക് തന്നെ അറിയാം ഞാൻ നല്ല രീതിയിലല്ല ഇന്നലെ ഉറങ്ങിയിരിക്കുന്നതെന്ന്. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് മിക്കവാറും ഒരു രീതിയിലും അവർക്ക് അത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ സ്ലീപ്പിംഗ് പിൽസ് എടുക്കും. ഈ സ്ലീപ്പിംഗ് പിൽസ് എടുക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാല് കെമിക്കലായിട്ടുള്ള മെലറ്റോണിൻ ആണ് ഇത് ഉത്പാദിപ്പിക്കുന്നത്. അങ്ങനെയാണ് നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നത് സ്ലീപ്പിംഗ് പിൽസ് എടുക്കുമ്പോൾ. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, സ്ലീപ്പിംഗ് പിൽസ് എടുക്കുന്ന ആൾക്കാർ ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവസാനം എന്ത് പറ്റും? ശരീരം മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉത്പാദിപ്പിക്കാതെ ആവും, ഷുഗറിന്റെ അവസ്ഥയാവും. നമ്മൾ ഇൻസുലിൻ പുറത്തുനിന്ന് കുത്തിവെക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പാൻക്രിയാസ് പിന്നെ ഒന്നും ചെയ്യൂല. കാരണം ബോഡിയിൽ ഓൾറെഡി ഇൻസുലിൻ വരുന്നുണ്ട് പുറത്തുനിന്ന്. പിന്നെ അത് ഒരിക്കലും പാൻക്രിയാസ് ഈ പറയുന്ന പോലെ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുക എന്ന് പറയുന്ന പോലത്തെ ഒരു സിറ്റുവേഷനിലേക്ക് നമ്മൾ പോകും. ഇറഗുലർ ആയിട്ട് ഈ പറയുന്ന രീതിയിൽ സ്ലീപ്പിംഗ് പിൽസ് അല്ലെങ്കിൽ ഈ മെഡിക്കേഷൻസ് ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾക്ക് ഉറക്കം വരുന്ന സമയത്ത് നമ്മൾ ഉറങ്ങൂല. അതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം. ആ ശരീരം ഉറങ്ങാനുള്ള ആ ഒരു മൂഡിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും മൊബൈലിൽ കളിച്ചും അങ്ങനെ ആ രീതിയിൽ നമ്മൾ വിശക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കുക, ദാഹിക്കുന്ന സമയത്ത് വെള്ളം കുടിക്കുക, ഉറക്കം വരുന്ന സമയത്ത് നമ്മൾ ഉറങ്ങുക. അതിനെ നമ്മൾ ഒരു കാരണവശാലും അവോയ്ഡ് നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ്. ഇവിടെ ഡീപ് സ്ലീപ്പ് നമുക്ക് നല്ല രീതിയിൽ കിട്ടണമെന്നാണെങ്കിൽ നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കാരണം വെച്ചാൽ നമ്മൾ ഉറങ്ങുന്നതിന് ഒരു 3 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഭക്ഷണം കഴിച്ചിരിക്കണം എന്നുള്ള. ഇത് രാത്രി 10 മണിക്കും 11 മണിക്കും ഹെവി ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ഒരു കാരണവശാലും ഉറങ്ങാൻ സാധിക്കൂല. കാരണം ഇത് ഡൈജസ്റ്റ് ആകണ്ടേ. ഇങ്ങനെയുള്ള കുറെ വിഷയങ്ങൾ നമ്മൾക്കുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് വൈറ്റ് കളറിലെ ലൈറ്റ് ആണ്, ട്യൂബ് ലൈറ്റ് എന്ന് നമ്മൾ പറയും അല്ലെ. ഈ വൈറ്റ് കളറിലെ ലൈറ്റ് എപ്പോഴും റെറ്റിനെ ആക്ടിവേറ്റ് ചെയ്യും എന്നുള്ളത്. ഇനി നമ്മൾ കിടന്നുകൊണ്ട് മൊബൈൽ നോക്കുമ്പോഴും എന്താ സംഭവിക്കുന്നത്? അതിനകത്ത് നിന്നും പുറത്തേക്ക് വരുന്ന വൈറ്റ് കളറിലെ ലൈറ്റ് ആണ്. ഇത് റെറ്റിനെ ആക്ടിവേറ്റ് ചെയ്യും, നമുക്ക് ഉറങ്ങാൻ സാധിക്കൂല എന്നുള്ളതാണ്. ഇതാണ് പ്രശ്നം. ഒരു അരമണിക്കൂർ ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ ഈ മൊബൈൽ ഉപേക്ഷിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉറങ്ങാൻ സാധിക്കൂ. കാരണം നമ്മൾ നന്നായിട്ട് ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ബോഡി ചാർജ് ആവുകയുള്ളൂ, നമുക്ക് ഉന്മേഷം ഉണ്ടാവുകയുള്ളൂ, നമുക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ ഒരു ഉറങ്ങുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഈ മൊബൈൽ നിങ്ങൾ ഉപേക്ഷിക്കും. അതല്ലെന്നാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കില്ല. ഇതെല്ലാം അതുകൊണ്ടാണ് ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ ഈ പറയുന്ന ഡീപ് സ്ലീപ്പ് ടാബ്ലറ്റ് നമ്മൾ കഴിക്കുമ്പോൾ നാച്ചുറൽ ആയിട്ട് ഇത് തലച്ചോറിനെ കൊണ്ട്, പീനൽ ഗ്ലാൻഡിനെ കൊണ്ട് കൃത്യമായിട്ട് നമ്മളുടെ ഒറിജിനൽ മെലറ്റോണിൻ ഹോർമോണിനെ റിലീസ് ചെയ്യിക്കുന്നുള്ളതാണ്. അല്ലാതെ നമ്മളുടെ ടാബ്ലറ്റിൽ ഒരിക്കലും മെലറ്റോണിൻ എന്ന് പറയുന്ന ഒരു ഹോർമോൺ ആഡ് ചെയ്തിട്ടില്ല.
അതുകൊണ്ടാണ് ആദ്യമേ അവർ പറയുന്നുണ്ട് നോ ഹോർമോൺ ഫ്രീ എന്ന് പറയുന്നതിന്റെ ഒരു കാര്യം അതാണ്. നമ്മൾ ഇതിൽ സഹായിക്കുന്നത് നമ്മുടെ ഈ പറയുന്ന ബോഡിയെ കൊണ്ട് തന്നെ മെലറ്റോണിൻ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു പ്രോസസ്സിലേക്കാണ് നമ്മുടെ ടാബ്ലറ്റ് പോകുന്നത്. അതേപോലെ തന്നെ മൈൻഡിനെ കാം ചെയ്യും. അതേപോലെ തന്നെ സ്ട്രെസ്, ആൻസൈറ്റി ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാവില്ല. ബോഡി മൈൻഡിനെ റിലാക്സ് ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. ഇത് നമ്മൾ കഴിക്കേണ്ടത് രാത്രി ഒരു ടാബ്ലറ്റ് അറ്റ് നൈറ്റ് 30 minutes ബിഫോർ സ്ലീപ്പാണ്. നമ്മൾ ഉറങ്ങുന്നതിന് അരമണിക്കൂർ മുമ്പ് വേണം നമ്മൾ ഈ ടാബ്ലറ്റ് കഴിക്കാൻ. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കിക്കോ, നമ്മൾ ഈ ടാബ്ലറ്റ് കഴിക്കുക, മൊബൈൽ ഉപേക്ഷിക്കുക. അപ്പൊ കറക്റ്റ് ആയിട്ട് ആ ഒരു അരമണിക്കൂർ നമുക്കത് കിട്ടുമെന്നുള്ളതാണ്. അങ്ങനെ നിങ്ങൾ മൊബൈൽ ഉപേക്ഷിക്കാൻ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്നായിട്ട് ഉറങ്ങാൻ സാധിക്കും. നമ്മുടെ മാട്രസിന്റെ സഹായവും കൂടി ഉണ്ടെങ്കിൽ വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. പിന്നെ ജോയിന്റ് ഗാർഡ്, ജോയിന്റ് ഗാർഡ് അല്ല, ബ്യൂട്ടി കോൾഡ് റിലീഫും ബ്യൂട്ടി വൈറ്റലാണ്. അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് ഈ ബ്യൂട്ടി വൈറ്റൽ എന്ന് പറയുമ്പോൾ അത് ഹെയർ, സ്കിൻ, നെയിൽ ഈ 3 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ സംഭവം ഉപയോഗിക്കുന്നത്. നമ്മുടെ നഖം, നമ്മുടെ സ്കിന്ന്, അതേപോലെ തന്നെ മുടി. അതേപോലെ തന്നെ ഹെയർ ഫോൾ എന്ന് പറയുന്ന സംഭവം, മുടി കൊഴിച്ചൽ എന്ന് പറയുന്നത് 95% 30 ദിവസം കൊണ്ട് റിസൾട്ട് കിട്ടും എന്നുള്ളതാണ്. അതാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് മാത്രമല്ല, നല്ല ഗ്ലോവിങ് സ്കിൻ ആയിരിക്കും എന്നാ പറയുന്നത്. ഹെൽത്തി ആൻഡ് ഗ്ലോവിങ് സ്കിന്ന് കിട്ടും നമ്മൾ ഇത് റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ. ഒരു ടാബ്ലറ്റ് ട്വൈസ് എ ഡേ 30 minutes ആഫ്റ്റർ മീൽ ആണ് നമ്മളിത് യൂസ് ചെയ്യേണ്ടത്. ഭക്ഷണം കഴിച്ചിട്ട് 30 minutes കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ടാബ്ലറ്റ് യൂസ് ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഈ പറയുന്ന മുടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് മുടി പൊട്ടിപ്പോകുന്ന വിഷയം, മുടി പിളർന്നു പോകുന്ന വിഷയം, അല്ലെ, വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എവിടെ നോക്കിയാലും മുടി കാണാൻ സാധിക്കും. നമ്മള് പലപ്പോഴും വീട്ടിലെ ഭർത്താക്കന്മാരൊക്കെ ഒച്ചപ്പാടും ബഹളൊരിക്കോളും. അവർക്ക് അതിന്റെ ഒരു സയൻസ് അറിയാൻ പാടില്ലാത്തത് കൊണ്ടാണ്. കാരണം അവർക്ക് ഒരു പ്രായം കഴിയുമ്പോൾ ഇതിങ്ങനെ സംഭവിക്കുക. എവിടെ നോക്കിയാലും ചുരുണ്ട മുടി നമുക്ക് കാണാൻ സാധിക്കും. അത് അങ്ങനെയുള്ള വിഷയങ്ങൾ, അത് ആ മുടി കൊഴിച്ചല്, മുടി മുറിഞ്ഞു പോകല്, ഇങ്ങനെയുള്ള വിഷയങ്ങളാണ്. ഇത് നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പറയുന്ന വിഷയങ്ങൾ നമുക്ക് ഒഴിവാക്കി എടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ കോൾഡ് റിലീഫ് എന്ന് പറയുന്നത് നമ്മുടെ റെസ്പിറേറ്ററി സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. നമ്മളുടെ ഇത് നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്താൽ സോർ തോട്ട് ഉള്ളവർക്ക് നല്ലതാണ്. എപ്പോ നോക്കിയാലും ഇങ്ങനെ കാണിക്കുന്ന ആൾക്കാർക്ക്, കാരണം വെച്ചാല് അവരുടെ ആ ത്രോട്ടിന്റെ അവിടെ കറക്റ്റ് അല്ല. കിച്ച് എന്ന് പറയുന്ന ഒരു പരസ്യം ഉണ്ടല്ലോ എന്ന് പറയുന്ന പോലത്തെ ഒരു വിഷയമാണ് അവർക്ക്. അപ്പൊ നമ്മളിത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ചുമയുള്ളവർക്ക് ഇത് വളരെ നല്ലതാണ്. അത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. ഇത് ഒരു ലിക്വിഡ് ഫോമിലുള്ളതാണ്. ലൂക്ക് വാം വാട്ടറിലാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത്. അതിന്റെ അളവും കാര്യങ്ങളൊക്കെ 2 tablespoon ആണ്. 3 നേരമാണ് ഇത് നമ്മൾ കഴിക്കേണ്ടത്. അപ്പൊ അത് ആ ബോട്ടിൽ വാങ്ങുന്ന സമയത്ത് അതിന്മേൽ വളരെ കറക്റ്റ് ആയിട്ട് ആ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഇളം ചൂട് വെള്ളത്തിൽ 2 tablespoon ഈ പറയുന്ന സംഭവം ഒഴിച്ചിട്ട് നമ്മൾ കുടിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതൊരു ടോണിക് പോലെയാണ് അവർ തന്നിരിക്കുന്നത്, കോൾഡ് റിലീഫ് എന്ന് പറയുന്നത്. ഈ രീതിയിൽ ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് മാറാത്ത അലർജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചുമ, അതേപോലെ തന്നെ എന്താ പറയുന്നത്, ഈ മൂക്കൊലിപ്പ്, ചില ആൾക്കാർക്കൊക്കെ റെഗുലർ ആയിട്ട് ഉണ്ടാവും ഈ മൂക്കൊലിപ്പ് എന്ന് പറയുന്നത്. അതിനെന്തോ ഒരു പേര് പറയും, ഞാൻ ആ പേര് മറന്നുപോയി. അപ്പൊ അതിന് മെഡിസിൻസ് ഒക്കെ ഇഷ്ടം പോലെ കഴിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് ഇത് വളരെ നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് അതിനെ റിഡ്യൂസ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മുടെ ഈ കോൾഡ് റിലീഫിന് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇതിന് ജോയിന്റ് ഗാർഡ് എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ വിട്ടുപോയതാണ് നേരത്തെ സംസാരിച്ചപ്പോ. ഈ ജോയിന്റ് ഗാർഡ് നമ്മളിത് നമ്മുടെ ഈ ജോയിന്റ്സിനെയൊക്കെ ഇത് എന്താ പറയുക, സ്ട്രെങ്തൻ ചെയ്യാൻ, കാറ്റിലേജിനെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട്, നമ്മുടെ തരണാസ്ഥിയെ സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് നമ്മളുടെ ഇത് സഹായിക്കും. അതുപോലെ തന്നെ ഹെൽത്തി ബോൺ ഡെൻസിറ്റി, നമ്മുടെ സ്ട്രക്ചർ വലിയൊരു ഘടകമാണ് അല്ലെ. നമ്മുടെ സ്ട്രക്ചറിന് ഈ പറയുന്ന പോലെ ആ ബോണിന് നല്ല ആരോഗ്യം വേണമെങ്കിൽ നമ്മളിത് യൂസ് ചെയ്തേ പറ്റൂ. അതേപോലെ തന്നെ സ്റ്റിഫ്നെസ് ഉണ്ടെന്നാണെങ്കിൽ ചില ആൾക്കാരുടെ വിരലുകൾക്ക്, കാലുകൾക്കൊക്കെ സ്റ്റിഫ്നെസ് ഉണ്ടാവും, ഇങ്ങനെ മടക്കാൻ സാധിക്കാത്ത അങ്ങനെയുള്ള പ്രയാസമൊക്കെ ഉള്ള ആൾക്കാർ ഈ പറയുന്ന നമ്മുടെ ജോയിന്റ് ഗാർഡ് റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റിഫ്നെസ് മാറ്റിയെടുക്കാൻ സാധിക്കും. ആർത്രൈറ്റീസ് ഉള്ളവർക്ക് വളരെ നല്ലതാണ്. അതുപോലെ നമ്മുടെ ഈ ജോയിന്റ്സിന്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനൊക്കെ ഇത് വളരെ സഹായകരമാണ്. അപ്പൊ ഇത് നമ്മള് ആഫ്റ്റർ മീലാണ് ഇത് കഴിക്കേണ്ടത്. ട്വൈസ് ഒരു ദിവസം 2 നേരം 30 minutes ആഫ്റ്റർ മീൽസിനാണ് നമ്മൾ ഈ പറയുന്ന സപ്ലിമെന്റ്സ് യൂസ് ചെയ്യേണ്ടത്. ഇത് നമുക്ക് പാക്കേജിൽ അവൈലബിൾ ആണ്. നമ്മളുടെ ഇത് 13 PV ആണെങ്കിൽ 5560 രൂപയാണ്.
നമുക്ക് 2 ബോട്ടിൽ നമുക്ക് കിട്ടും. നമുക്ക് ഇഷ്ടമുള്ള 2 ബോട്ടിൽ ചൂസ് ചെയ്യാം. അതല്ല 50 PV ആണെങ്കിൽ 13,900 രൂപയാണ്. 5 സപ്ലിമെന്റ്സ് നമുക്ക് ചൂസ് ചെയ്തെടുക്കാം. അതല്ല 26,900 രൂപ കൊടുക്കണമെങ്കിൽ 10 ബോട്ടിലും കിട്ടും. നമുക്ക് 100 PV ആയിരിക്കും അതിന്റെ ഈ പറയുന്ന സംഭവം വരുന്നത്. ഇവരാണ് ഇതിന്റെ ശിവഗിനി ദേശായി എന്ന് പറയുന്ന ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ കോച്ചാണ്. ഇവരാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. നമ്മളുടെ ഈ സപ്ലിമെന്റ് ഏതാണ്ട് 13 വർഷത്തിൽ കൂടുതൽ 13 വർഷം എനിക്ക് 19 വർഷത്തിനുള്ളിൽ ഏതാണ്ട് 40ഓളം സയന്റിസ്റ്റുകൾ റിസർച്ച് ചെയ്തിട്ടാണ് നമ്മളുടെ ഈ ഉൽപ്പന്നം കണ്ടെത്തിയിട്ടുള്ളത്. ഇനി വരാൻ പോകുന്നത് ഏതാണ്ട് 16ഓളം ഉൽപ്പന്നങ്ങൾ പുതിയതായിട്ട് വരാൻ പോകുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇവര് ഏതാണ്ട് 13 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ഇവർക്കുള്ളത്. 60+ ഡിഫറെന്റ് ഹെൽത്ത് വർക്ക്ഷോപ്പുകൾ ഇവര് നടത്തിയിട്ടുണ്ട്. 1 മില്യൺ+ ലൈവ്സിനെ ടച്ച് ചെയ്തിട്ടുണ്ട്. അത്രയും പേരായിട്ട് ഇവര് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർക്ക് 3.5 മില്യൺ+ ഫോളോവേഴ്സ് ഉള്ള ഒരു ലേഡിയാണ്. അത് മാത്രമല്ല 2 ലക്ഷത്തോളം വെയിറ്റ് ലോസ് ഇവര് വരുത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. പല പല ആൾക്കാരിലായിട്ട് വെയിറ്റ് ലോസുമായി ബന്ധപ്പെട്ടിട്ട് 2 ലക്ഷം വെയിറ്റ് ലോസ് ഇവർക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ വളരെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു ലേഡിയാണ്. അടുത്തത് നമ്മുടെ അൾട്രാബെറി ആണ്. നമുക്കറിയാം നമ്മുടെ അൾട്രാബെറിയിൽ നമുക്ക് വരുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ. ബ്ലൂബെറി, ബ്ലാക്ക് ബെറി, എൽഡർബെറി, അതേപോലെ തന്നെ കാൻബെറി, സ്ട്രോബെറി, അതേപോലെ തന്നെ നോനി, ഗോജിബെറി, മൾബെറി, കിവി, ഗ്രീൻ ആപ്പിൾ, മംഗിസ്റ്റിൻ, ഡ്രാഗൺ ഫ്രൂട്ട്, സീബത്തോൺ, നോനി, സോപാൽമെറ്റോ, ബ്ലാക്ക് കരണ്ട്, അലോവേറ പൾപ്പ്. ഇത്രയുമാണ് നമ്മളുടെ ഫ്രൂട്ട്സിന്റെ ഐറ്റത്തിൽ വരുന്ന സംഭവങ്ങള്. അതിനുശേഷം നമുക്ക് വരുന്നത് ഇതൊക്കെയാണ്: ഗ്രേപ്പ് സീഡ്, അതേപോലെ തന്നെ ഗ്രീൻ ടീ, അതുപോലെ മൊറിംഗോ ലീഫ്, വീറ്റ് ഗ്രാസ്, മക്കാർ റൂട്ട്, സിനമൻ, സഫേദ് മുസ്രി, അശ്വഗന്ധ. ഇങ്ങനെ ഏതാണ്ട് 23ഓളം ചേരുവകളാണ് നമ്മളുടെ ഈ പറയുന്ന അൾട്രാബെറിയിൽ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം അൾട്രാബെറിയുടെ കോമൺ ഹെൽത്ത് ബെനിഫിറ്റ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അതിൽ മൾട്ടി വൈറ്റമിൻസ്, ന്യൂട്രീഷൻസ്, മിനറൽസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ പലപ്പോഴും നമ്മുടെ ഭക്ഷണത്തിൽ മിസ്സായി പോകുന്ന, നമ്മൾ പലപ്പോഴും ഈ പച്ചക്കറി ആണെങ്കിലും എന്ത് സംഭവം ആണെങ്കിലും നമ്മൾ വേവിച്ച് കഴിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഇത് നമ്മുടെ കയ്യിലേക്ക് കിട്ടുമ്പോൾ, ഇത് തോട്ടത്തിൽ നിന്ന് പറിച്ച് നമ്മളുടെ കൈകളിൽ എത്തുമ്പോൾ ഏതാണ്ട് 10-20 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് നമ്മുടെ കൈകളിൽ എത്തുന്നത്. മനസ്സിലായില്ലേ? ഫ്രഷ് ആയിട്ടുള്ള ഒരു വെജിറ്റബിളും കേരളത്തിലുള്ള ഒരാൾക്കും കഴിക്കാൻ സാധിക്കില്ല. അങ്ങനെ സാധിക്കണമെങ്കിൽ നമ്മൾ വീട്ടിൽ നട്ട് മുളപ്പിക്കേണ്ടി വരും എന്നുള്ളതാണ്. അപ്പൊ ഇത് പലപ്പോഴും 15 ദിവസം കഴിഞ്ഞ്, അത് മാത്രമല്ല കീടനാശിനി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അടിച്ചു വരുന്നത് കൊണ്ടും നമ്മളിത് വേവിച്ച് കഴിയുമ്പോൾ പലപ്പോഴും ഇതിലുള്ള നല്ലൊരു ശതമാനം മൾട്ടി വൈറ്റമിൻസും, ന്യൂട്രീഷൻസും, മിനറൽസും വേപ്പറായി പോകാനുള്ള ചാൻസസ് ഉണ്ട് എന്നുള്ള. ഇവിടെ ഈ ഒരു ജ്യൂസ് നമ്മൾ കഴിക്കുമ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾക്ക് ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണ് അൾട്രാബെറി എന്ന് പറയുന്നത്. ഒരു ദിവസം നമ്മൾ ഒരു 30 മില്ലി നമ്മൾ കഴിച്ചാൽ മതി. നമ്മൾക്ക് എന്താ പറയുന്നത്, നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു ദിവസത്തേക്ക് ആവശ്യമായിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ബോഡിക്ക് ഇത് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ആന്റി ഓക്സിഡന്റ് പവർ ഹൗസ് ആണ്. കാരണം ആന്റി ഓക്സിഡന്റ് നമ്മൾ കഴിച്ചേ മതിയാവൂ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ ജീവിക്കുന്ന ഒരു അന്തരീക്ഷം, അങ്ങനത്തെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാനുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ ആന്റി ഓക്സിഡൻസ് നമ്മൾ കഴിച്ചില്ലെന്നാണെങ്കിൽ തീർച്ചയായിട്ടും അത് വരാനുള്ള സാധ്യത 99% അത് കൂടും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒറാക്ക് വാലി ഉള്ള ജ്യൂസുകൾ നമ്മൾ കഴിക്കണം എന്നുള്ളത്. അപ്പൊ ഓക്സിജൻ റാഡിക്കൽ അബ്സോർബൻസ് കപ്പാസിറ്റി എന്നാണ് ഒറാക്കിന്റെ ഫുൾ ഫോം വരുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ പറയുന്ന റാഡിക്കൽ ആയിട്ടുള്ള ഫ്രീ റാഡിക്കൽസ് എന്നാണ് അതിനെ പറയുന്നത്. അത് എപ്പോഴും എന്താ സംഭവിക്കുന്നത്, നമ്മുടെ സെൽസിനെ ഡാമേജ് ചെയ്യാനായിട്ട് അത് ഡാമേജ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അതിനെ നമുക്ക് ഒഴിവാക്കണമെന്നാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ആന്റി ഓക്സിഡൻസ് കഴിക്കണം. ഇത് അൺപെയർഡ് മോളിക്യൂൾസ് ആണ്. അപ്പൊ എന്താ ഈ ആന്റി ഓക്സിഡൻസ് കഴിക്കുമ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട ആ ഒരു എന്താ പറഞ്ഞ ആ ഒരു ഇത് നമുക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഷെയർ ചെയ്ത് അത് പെയറാക്കി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവര് നോർമൽ കണ്ടീഷനിലേക്ക് ഈ ഫ്രീ റാഡിക്കൽസിനെ നമുക്ക് നോർമൽ കണ്ടീഷനിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും, നമ്മുടെ സെൽസിനെ ഇത് ഡാമേജ് ചെയ്യൂല എന്നുള്ളതാണ്. ഇത് റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ആന്റി ഓക്സിഡന്റ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന 14ഓളം ഫ്രൂട്ടുകളിലൂടെ നമ്മൾക്കത് 100% ഇവിടെ ലഭ്യമാണ്. അതുകൊണ്ടാണ് ആന്റി ഓക്സിഡന്റ് പവർ ഹൗസ് എന്ന് ഞാൻ പറയാനുള്ള കാരണം. ഇത്
കുട്ടികൾക്ക് വളരെ നല്ലതാണ്. ഒരു 5 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇത് വളരെ നല്ലതാണ്. അവരുടെ ഓവറോൾ ഗ്രോത്തിനെ ഇത് പ്രൊമോട്ട് ചെയ്യാനായിട്ട്. കാരണം ഈ പ്രായത്തിലാണ് അവരുടെ വളർച്ച കാര്യങ്ങളൊക്കെ നടക്കുന്ന ഈ പ്രായത്തിലാണ് അവർക്ക് ഈ പറയുന്ന വൈറ്റമിൻസ്, ന്യൂട്രീഷൻസ്, മിനറൽസ് ഒക്കെ ആവശ്യം. അത് മാത്രമല്ല അവരുടെ ബ്രെയിൻ ഫോക്കസിന് വളരെ നല്ലതാണ്. ഇന്ന് പല കുട്ടികളെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ പൊണ്ണത്തടിയന്മാരാണ്. കാരണം ഈ ചിക്കനും ഈ പാക്കറ്റ് ഫുഡും അങ്ങനെയുള്ള സാധനങ്ങൾ വലിച്ചു വാരി തിന്ന് ഇന്ന് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും പല കുട്ടികളും പൊണ്ണത്തടിയന്മാരായിട്ടാണ് ഇരിക്കുന്നത്. അവരൊക്കെ ഒരു 15-20 വയസ്സാകുമ്പോൾ തന്നെ രോഗികളായി പോകും. ഇത് നമ്മൾ മാനേജ് ചെയ്യാൻ നമ്മൾ തയ്യാറല്ലെന്നാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണത്. അപ്പോ ഈ വെയിറ്റ് മാനേജ്മെന്റിന് ഇത് സഹായിക്കും എന്നുള്ളതാണ് നമ്മുടെ അൾട്രാബെറി. നമ്മൾ റെഗുലർ ആയിട്ട് ഒരു 10 മില്ലി അവർക്ക് കൊടുക്കണമെങ്കിൽ 10-15 മില്ലി റെഗുലർ ആയിട്ട് നമ്മൾ അവർക്ക് കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ വെയിറ്റ് മാനേജ്മെന്റ് ഇത് നല്ലതാണ്. അതേപോലെ തന്നെ ഓവറോൾ അപ്പിയറൻസ്, ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് സ്കിന്നിന് ഇത് വളരെ നല്ലതാണ്. റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് നല്ല സ്കിൻ ഉണ്ടാകാനും ബ്യൂട്ടിഫിക്കേഷൻ വർദ്ധിപ്പിക്കാനും നമ്മൾക്ക് ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. ഇനി സെക്ഷൽ പെർഫോമൻസ് ഫോർ മെൻ ആൻഡ് വുമൻ രണ്ടുപേർക്കും ഒരുപോലെ തന്നെ നമ്മളിത് റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ആ സെക്ഷൽ പെർഫോമൻസ് നമ്മൾക്ക് നിലനിർത്താനും നമുക്കത് ആസ്വദിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. ഇതൊക്കെയാണ് അൾട്രാബെറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇത് കഴിക്കുന്ന വ്യക്തികൾ അതിരാവിലെ വെറും വയറ്റില് ആണ് നമ്മൾ കഴിക്കേണ്ടത്. 30 മില്ലി ഇളം ചൂട് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് വേണം. ഒരു 30 മില്ലി എടുക്കുക, 60 മില്ലി വെള്ളത്തില് ഇളം ചൂട് വെള്ളത്തിൽ നമ്മൾ ഇത് മിക്സ് ചെയ്ത് കഴിക്കുക. അതിന് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട്. ചില ആൾക്കാർക്ക് ഇത് വെറും വയറ്റിൽ കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഫോം ചെയ്യുന്ന പോലെയും വയറ് വീർത്തു വരുന്ന പോലെയുള്ള ഫീലിങ്സ് ഉണ്ടെന്നാണെങ്കിൽ അവരൊരിക്കലും ഇത് വെറും വയറ്റിൽ കഴിക്കരുത്. അവര് രാത്രി കിടക്കാൻ നേരത്ത് ഈ ഭക്ഷണത്തിന് ശേഷം ഇത് കഴിച്ചിട്ട് കിടക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് ഓൾറെഡി ഈ പറയുന്ന പോലെ തന്നെ വയറ് വീർത്തു വരുന്ന വിഷയം, ഗ്യാസിന്റെ പ്രോബ്ലം ഉള്ളത് കൊണ്ടാണ് ആ ഒരു റിയാക്ഷൻ അവിടെ വരുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ച് ഇത് തീർച്ചയായിട്ടും വെറും വയറ്റിൽ കഴിക്കാൻ ഒരു ബുദ്ധിമുട്ടും അവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഇതാണ് അതിന്റെ ഒരു യൂസേജ് എന്ന് പറയുന്നത്. റീപർച്ചേസിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. ഈ കമ്പനി പറയുന്ന കുറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് കൊളസ്ട്രോളിനെ ഇത് കൺട്രോൾ ചെയ്യും, നമ്മുടെ തൈറോയിഡിനെ കൺട്രോൾ ചെയ്യും, അതുപോലെ തന്നെ മെന്റൽ ഫോക്കസ് വർദ്ധിക്കും, അതുപോലെ തന്നെ പല്ലുകളുടെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ്. നമ്മുടെ എനർജി ഇൻക്രീസ് ചെയ്യാനായിട്ട് ഇത് നല്ലതാണ്. അതുപോലെ തന്നെ മുറിവുകൾ ഉണ്ടെന്നാണെങ്കിൽ പെട്ടെന്ന് റിക്കവറി ചെയ്യാനായിട്ട് ഇത് നല്ലതാണ്. സ്കിൻ ഡിസീസിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഹൈപ്പർ ആസിഡിറ്റി ഉള്ളവര് ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുക. ആസിഡിറ്റി നമുക്ക് ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും. അത് ഡൈജഷനെ ഇത് വളരെ നന്നായിട്ട് ഇംപ്രൂവ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾക്ക് കോൺസ്റ്റിപ്പേഷൻ പോലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മുടെ കിഡ്നി ഫംഗ്ഷൻ ഇത് സപ്പോർട്ട് ചെയ്യും, ഇംപ്രൂവ് ബ്രെയിൻ ഫംഗ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് കമ്പനി പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നമ്മൾക്ക് ഇത് റെഗുലർ ആയിട്ട് എന്താ പറഞ്ഞത് നമുക്കിത് യൂസ് ചെയ്തേ പറ്റൂ. ഇന്ന് 1600 രൂപ കൊടുത്താൽ നമ്മൾക്കിത് റീപർച്ചേസിൽ അവൈലബിൾ ആണ്. അതല്ലാന്നാണെങ്കിൽ 13 PV ആണെങ്കിൽ 3300 രൂപക്ക് നമുക്ക് ഒരു ബോട്ടിലും പ്ലസ് ഒരു ലേഡീസ് റിങ്ങും കൂടി നമുക്ക് കിട്ടും. ഒരു ജോയിനിങ് പാക്കേജ് ആയിട്ട് നമ്മൾ ഇത് എടുക്കണമെങ്കിൽ ഇനി 4400 ആണെങ്കിൽ 2 ബോട്ടിൽ കിട്ടും. അപ്പൊ ഒരു ബോട്ടിലിന് 2200 രൂപ വരും. 6500 രൂപയാണ് അതിന്റെ MRP വരുന്നത്. റീറ്റെയിൽ പ്രോഫിറ്റ് ഏതാണ്ട് 2100 രൂപ ഉണ്ടാവും. 25 PV ആണെങ്കിൽ 8000 രൂപയാണ്. 4 ബോട്ടിൽ കിട്ടും. അപ്പൊ ഒരു ബോട്ടിലിന് 2000 രൂപ വില വരുള്ളൂ. ഏതാണ്ട് 5000 രൂപയോളം നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടും ഇത് മറിച്ച് വിൽക്കണമെങ്കിൽ. 50 PV ആണെങ്കിൽ ഏതാണ്ട് 8 ബോട്ടിലാണ് 13200 രൂപയാണ് അതിന്റെ വില വരുന്നത്. 1650 രൂപ ഒരു ബോട്ടിലിന് വരികയുള്ളൂ. അങ്ങനെയാണെങ്കിൽ 12800 രൂപ നമുക്ക് അതിനകത്ത് പ്രോഫിറ്റ് ഉണ്ടെന്നുള്ളതാണ്. ഇനി 100 PV എടുക്കണമെങ്കിൽ 24000 രൂപയാണ്. 16 ബോട്ടിൽ നമുക്ക് കിട്ടും. ഏതാണ്ട് ഒരു ബോട്ടിലിന് 1500 രൂപയെ വരുള്ളൂ. ഇനി അതല്ല നമുക്ക് റീപർച്ചേസിലാണെങ്കിൽ ഓരോ റീപർച്ചേസിലും നമുക്ക് ഒരു മാസം തന്നെ എത്ര റീപർച്ചേസ് വേണമെങ്കിലും ഒരാൾക്ക് ചെയ്യാം. ഒരു 10 കസ്റ്റമറിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആ 10 കസ്റ്റമറിനെ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് ഈ പറയുന്ന രീതിയിൽ ഇത് റീപർച്ചേസ് വഴി വാങ്ങിച്ച് നമുക്ക് കൊടുക്കാൻ സാധിക്കും. നല്ലൊരു റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇതൊക്കെയാണ് നമ്മുടെ അൾട്രാബെറിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. ഇനി നമ്മളുടെ ഗീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. നമ്മുടെ ഗിർഗി എന്ന് പറയുന്നത് നമുക്കറിയാം ഇത് റിച്ച് ഇൻ ഹെൽത്തി ഫാറ്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഈ സംഭവം ഹെൽത്തി ഫാറ്റ്സ് ഇതിനകത്ത് ഉണ്ട്. അതുപോലെ തന്നെ ബൂസ്റ്റ് ഡൈജഷൻ, സ്ട്രെങ്തൻ ഇമ്മ്യൂൺ സിസ്റ്റം, ഗുഡ് ഫോർ ജോയിന്റ്സ് ആൻഡ് ബോൺസ്, സപ്പോർട്ട് സ്കിൻ ആൻഡ് ഹെയർ ഹെൽത്ത്, എൻഹാൻസ് ബ്രെയിൻ ഫംഗ്ഷൻ, ബാലൻസ് ഹോർമോൺസ്, ഡീടോക്സിഫൈ. പിന്നെ ആയുർവേദ എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ പറയുന്ന ഈ ഒരു നെയ്യ് നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ഇപ്പൊ പഞ്ചകർമ്മ എന്ന് പറയുന്ന സംഭവമൊക്കെ ഈ പറയുന്ന നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. ആയുർവേദത്തിൽ ചെയ്യുന്ന ഒരു തെറാപ്പിയാണ്.
മെയിൻ ആയിട്ട് ഈ തെറാപ്പി ചെയ്യുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറത്ത് കളയുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. ഏതാണ്ട് ആ ഒരു സെയിം എഫക്റ്റ് ആണ് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഗീ നമ്മൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് ഏതാണ്ട് omega-3 ഫാറ്റി ആസിഡ്സ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഹാർട്ട് ഹെൽത്തിന് വളരെ നല്ലതാണ്, ബ്രെയിൻ ഫംഗ്ഷന് വളരെ നല്ലതാണെന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ്. ആ ബ്രെയിൻ ഫംഗ്ഷൻ വർദ്ധിക്കും, അവരുടെ ഐക്യു വർദ്ധിക്കും, ബുദ്ധിശക്തി വർദ്ധിപ്പിക്കും. നമുക്കറിയാം ഒരു കമ്മ്യൂണിറ്റി ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവർ കണക്കിലൊക്കെ ഭയങ്കര വിദഗ്ധന്മാരാണ്. മനസ്സിലായില്ലേ? അപ്പൊ അത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ ഇത് ഇൻഫ്ലമേഷൻ റിഡ്യൂസ് ചെയ്യാനായിട്ട് ഇത് വളരെ യൂസ്ഫുൾ ആണ്. അതുമാത്രമല്ല നമ്മുടെ ശരീരത്തിൽ ഒരു നാച്ചുറൽ ലൂബ്രിക്കന്റ് ആയിട്ട് ഇത് പ്രവർത്തിക്കുന്നുള്ളതാണ്. അപ്പൊ അത് വളരെ നല്ലതാണ്. നമ്മുടെ നരമ്പുകൾക്കും ജോയിന്റ്സിനും അത് വളരെ നല്ലതാണ്. അതുപോലെ ഡൈജസ്റ്റീവ് ട്രാക്ക് ഇംപ്രൂവ് ചെയ്യാനും ന്യൂട്രീഷൻ അബ്സർവേഷൻ കൂട്ടാനും ഇത് സഹായിക്കും എന്നുള്ളതാണ്. അപ്പൊ ഇത് വളരെ യൂസ്ഫുൾ ആണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ന്യൂട്രീഷൻസ് പലപ്പോഴും നമ്മുടെ ബോഡിക്ക് കറക്റ്റ് ആയിട്ട് അബ്സർവ് ചെയ്യാൻ പറ്റാറില്ല. കാരണം ചെറുകുടലിൽ വെല്ലീസ് എന്ന് പറഞ്ഞ വിരൽത്തുമ്പിന്റെ ഷേപ്പിലുള്ള ഏതാണ്ട് 50 ലക്ഷത്തോളം വെല്ലീസ് ഉണ്ട്. ആ വെല്ലീസ് വഴിയായിട്ടാണ് നമ്മുടെ ബ്ലഡിലേക്ക് ഈ പറയുന്ന ന്യൂട്രീഷൻസ് അബ്സർവ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആ അബ്സർവേഷൻ കപ്പാസിറ്റി വർദ്ധിപ്പിക്കാനായിട്ട് ഇത് വളരെ നല്ലതാണ്. അത് മാത്രമല്ല പാക്ഡ് വിത്ത് ആന്റി ഓക്സിഡൻസ് ലൈക്ക് വൈറ്റമിൻ എ, ഡി, ഇ ആൻഡ് കെ. ഇത്രയും വൈറ്റമിൻസ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇത് എന്താ പറയുന്നത്, റെസിസ്റ്റ് അഗെയിൻസ്റ്റ് ഇൻഫെക്ഷൻ, ഒരിക്കലും ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാകാൻ ഇത് അനുവദിക്കില്ല എന്നുള്ളതാണ്. അതേപോലെ തന്നെ ജോയിന്റ് സ്റ്റിഫ്നെസ്സിനും നമ്മുടെ ബോൺ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാനും ഇത് വളരെ യൂസ്ഫുൾ ആണ്. ഒരു 50 വയസ്സൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഈ ബോണിന് സ്റ്റിഫ്നെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. കുറെ നേരം കാല് മടക്കി വെക്കാൻ പറ്റില്ല, മടക്കി നിർത്തുമ്പോൾ നമ്മൾക്ക് വേദന ഉണ്ടാവും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ വളരെ നല്ലതാണ് ഈ ഗീ എന്ന് പറയുന്നത്. കാരണം ഇത് ഒരു നാച്ചുറൽ ലൂബ്രിക്കന്റ് ആയതുകൊണ്ടാണ് ആ ഒരു ഇത്. അതേപോലെ തന്നെ ഇത് വൈറ്റമിൻ ഇയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉള്ളത് കൊണ്ട് തന്നെ നൗറിഷ് സ്കിൻ, നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. എപ്പോഴും നല്ല ഗ്ലോവിങ് ആയിട്ട് ആ സ്കിന്ന് തിളങ്ങുന്ന സ്കിന്നായിട്ട് നിലനിർത്താനായിട്ട് ഇത് സഹായിക്കും. അതുപോലെ തന്നെ പ്രിവെന്റ് ഡ്രൈനെസ്, ഡ്രൈ സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത് പുറമെ അപ്ലൈ ചെയ്യും. ചില ആൾക്കാരുടെ മുഖമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കും, അവർ ഒരുപാട് ക്രീമും കാര്യങ്ങളൊക്കെ പെരട്ടും, കൈയൊക്കെ ഡ്രൈ ആയിട്ടിരിക്കും. അപ്പൊ അവര് ഒരുപാട് മോയ്സ്ചറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. ഇത് നാച്ചുറൽ ആയിട്ട് ഇതിനകത്ത് വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിൽ നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് ഒരു 1/2 മണിക്കൂർ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കത് വാഷ് ചെയ്ത് കളയാം. അപ്പൊ അത് റെഗുലർ ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പറയുന്ന എക്സ്റ്റേണൽ യൂസിന് ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഉപ്പൂറ്റി വിണ്ട് കീറുന്ന ആൾക്കാരുണ്ടെന്നാണെങ്കിൽ പ്രത്യേകിച്ചും സ്ത്രീകളിലാണ് നമുക്ക് കൂടുതലായിട്ട് അത് കാണുന്നത്. അങ്ങനെയുള്ള ഇത് അതേപോലെ തന്നെ ചുണ്ട്, ഈ ചാപ്ഡ് ലിപ്സ് എന്ന് പറയും, ഈ മഞ്ഞുകാലത്തൊക്കെ ചുണ്ടൊക്കെ ഒരുമാതിരി വല്ലാത്തൊരവസ്ഥ, എപ്പോഴും ഡ്രൈ ആയിട്ട് ഇരിക്കുന്ന സംഭവങ്ങൾ. അപ്പൊ ഇത് നമ്മുടെ ഉപ്പൂറ്റിയില് നമുക്ക് ഈ പറയുന്ന ഗീ പറ്റി കൊടുക്കാം. അതേപോലെ ചുണ്ടിൽ പറ്റി കൊടുത്തു കഴിഞ്ഞാൽ അത് മാറിക്കിട്ടും. അതേപോലെ തന്നെ എന്താ പറയുന്നത്, ഇത് നാച്ചുറലായിട്ട് നമ്മൾ ഇതൊരു ബ്രെയിൻ ടോണിക് ആയിട്ടാണ് ആയുർവേദത്തിൽ ഇതിനെ അംഗീകരിച്ചിട്ടുള്ളത്. ഗിർപശുവിന്റെ ഗീ എന്ന് പറയുന്നത് ബ്രെയിൻ ടോണിക് ആണ്. അത് മെമ്മറി വർദ്ധിപ്പിക്കാനും കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മളെ കാം ചെയ്യാനും നമ്മുടെ നെർവ് സിസ്റ്റത്തെ കറക്റ്റ് ചെയ്യാനും ഈ ഗീക്ക് വളരെയേറെ ഔഷധ ഗുണമുള്ള ഒരു സംഭവമാണ്. അതേപോലെ തന്നെ ഹെൽത്തി ഫാറ്റ് ആൻഡ് ഗീ ഹെൽപ്സ് റെഗുലേറ്റ് ഹോർമോൺ പ്രൊഡക്ഷൻ. അപ്പൊ ഈ ഹോർമോൺ പ്രൊഡക്ഷന് ഇത് കറക്റ്റ് ചെയ്യാൻ, ഇംബാലൻസ് ഉണ്ടെന്നാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഈ പറയുന്ന ഗീക്ക് സാധ്യമാണ്. അതേപോലെ തന്നെ എനർജി ലെവൽ, ഓവറോൾ വെൽബീങ് ഇതിനൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് നമ്മുടെ ഡീടോക്സിഫിക്കേഷൻ. റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ടോക്സിഫിക്കേഷൻ നമ്മുടെ ശരീരത്തിലുള്ള മാലിന്യങ്ങളെ പുറന്തള്ളാനായിട്ട്, പ്രത്യേകിച്ച് നരമ്പുകളിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന മാലിന്യങ്ങളെ പുറന്തള്ളാനായിട്ട് ഇത് സഹായകരമാവും എന്നുള്ളതാണ്. ഇത് ഓവർ യൂസ് നമ്മൾ ചെയ്യരുത്, അതാണ് ഇതിനകത്ത് വേറൊരു സംഭവം. നമ്മളിത് നല്ലതാണെന്നും പറഞ്ഞുകൊണ്ട് രാവിലെയും ഉച്ചക്കും വൈകിട്ടും ഒക്കെ ഇത് കോരി കഴിക്കരുത്. പണ്ട് ഞങ്ങളുടെ ടീമിൽ ഒരു വ്യക്തി ഉണ്ടായിരുന്നു, മോർ പവർ നല്ലതാണെന്ന് കേട്ടപ്പോ ഈ ഇത് നല്ല മധുരമുള്ള മോർ പവർ, പുള്ളിക്കാണെങ്കിൽ ഷുഗർ ഉള്ളതാണ്. പുള്ളിക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ കോരി തിന്നുകൊണ്ടിരിക്കും സംഭവം. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് കാര്യമില്ല, മനസ്സിലായില്ല. ഇത് നമ്മള് ഒരു ദിവസം ഒരു സ്പൂൺ അല്ലെങ്കിൽ 2 സ്പൂൺ, അതിൽ കൂടുതൽ നമ്മൾ ഡെയിലി നമ്മൾ യൂസ് ചെയ്യരുത്. കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ഉണ്ടാവും, കൊളസ്ട്രോൾ ഇഷ്യൂ വരാനുള്ള ചാൻസസ് ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ അമൃതാണെങ്കിലും കൂടിക്കഴിഞ്ഞാൽ വിഷം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും. നമ്മളത് വളരെ മിതമായിട്ട് 1 സ്പൂണൊക്കെ ഡെയിലി നമ്മൾ യൂസ് ചെയ്യാം. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അത് വേണമെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കഴിക്കാം. ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കഴിക്കാം.
ചൂട് ചായയിലൊക്കെ ഈ പറയുന്ന ഗീ ഇട്ട് നമുക്ക് കുടിക്കാം. കുട്ടികൾക്കൊക്കെ ആ രീതിയിൽ കൊടുത്താൽ ചിലപ്പോൾ അവർ കഴിക്കും. കുട്ടികൾക്ക് ഈ പറയുന്ന രീതിയിൽ ഒരു 1/2 ടീസ്പൂൺ ഡെയിലി നമ്മൾ കൊടുത്താൽ അവരുടെ ആ പറയുന്ന എന്താ പറയുക ബ്രെയിൻ ഫോക്കസിന് വളരെ നല്ലതായിരിക്കും. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമുക്കറിയാം റീപർച്ചേസിൽ ഒരുപാട് പ്രൊഡക്ട്സ് നമുക്ക് അവൈലബിൾ ആണ്. ഒരു 1100 രൂപയുടെ ആണെങ്കിൽ നമുക്ക് ലേഡീസ് റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ജെന്റ്സ് റിംഗ്, ഇങ്ങനെ പല ഐറ്റംസ് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. ഇതില് ഈ ഐപാഡ് നമുക്ക് വളരെ നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം 1500 രൂപ കൊടുത്തു കഴിഞ്ഞാല് ഐപാഡ് എന്ന് പറയുന്ന ഒരു സംഭവം, ഇന്ന് പലരുടെയും കണ്ണുകൾക്ക് കാഴ്ചക്കുറവും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും ആരും തന്നെ പ്രൊമോട്ട് ചെയ്യാറില്ല എന്നുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ആരോ സൂമിൽ ചോദിക്കണ്ടായിരുന്നു ചെരുപ്പ് മേടിക്കാൻ കിട്ടുമെന്ന്. 1800 രൂപ കൊടുത്തു കഴിഞ്ഞാല് നമുക്ക് മാഗ്നറ്റിക് ചെരുപ്പ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമ്മൾ ആ ലിസ്റ്റ് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് സാധിക്കും. ഇപ്പൊ പുടവയറൊക്കെ ഉള്ള ആൾക്കാർക്കാണെങ്കിൽ ഇതേ ബെല്ലി ഫാറ്റ് ഹീലിംഗ് പാഡ് ഏതാണ്ട് 1800 രൂപ കൊടുത്തു കഴിഞ്ഞാല് ബെല്ലി ഹീലിംഗ് പാഡ് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ കുഷൻ സീറ്റ് കവർ ഏതാണ്ട് 2000 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതും അവൈലബിൾ ആണ്. അപ്പോ റീപർച്ചേസിൽ നമ്മൾ ചെക്ക് ചെയ്യുക ഏതൊക്കെയാണ് നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നത് എന്നുള്ളത്. അപ്പൊ ഇവിടെ സപ്ലിമെന്റ്സ് 2200 രൂപയാണ് ഒരു ബോട്ടിലിന്. എത്ര ബോട്ടിൽ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് പർച്ചേസ് ചെയ്യാം. റീപർച്ചേസ് ഒന്നിൽ കൂടുതൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ ഐഡിയിൽ തന്നെ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ഐഡിയിൽ മാസത്തിൽ ഒരു റീപർച്ചേസ് നിങ്ങൾ ചെയ്യുക. ബാക്കി നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന റീപർച്ചേസുകൾ താഴെയുള്ള ആൾക്കാരെ താഴെ പോയിട്ട് ചെയ്യുക. താഴെ പോയി ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്, അത് മുകളിലേക്ക് അതിന്റെ PV എല്ലാവർക്കും കിട്ടും എന്നുള്ളത്, നിങ്ങൾക്കും അതിന്റെ കമ്മീഷൻ കിട്ടും. മനസ്സിലായത്? അപ്പൊ ഒന്നിലേക്കുള്ള റീപർച്ചേസ് ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ താഴെ പോയിട്ട് ചെയ്യുക. അതേപോലെ തന്നെ മോർ പവർ 30 ഗ്രാമിന്റെ 3 ബോട്ടിലിന് 2000 രൂപയുള്ളൂ. ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് പ്രൊമോട്ട് ചെയ്യാം. അത് പ്രീമിയം ആണ്. മനസ്സിലായില്ലേ? അപ്പോ അതേപോലെ തന്നെ ഗീ ആണെങ്കിൽ 2400 രൂപയാണ് നമുക്ക് വരുന്നത്. ഇതാണ് നമ്മളുടെ റീപർച്ചേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. റീപർച്ചേസിനെ കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമല്ല. പല ആൾക്കാരും റീപർച്ചേസ് ചെയ്യാൻ മറന്നു പോകുന്നുണ്ട്. കാരണം ഇതിൽ സെയിം ഡേറ്റ് ആയിരിക്കില്ല നമുക്ക് വരുന്നത്. 30 ദിവസം റീപർച്ചേസ് ആയതുകൊണ്ട് തന്നെ 2 ദിവസം വ്യത്യാസമുണ്ട്. ഈ മാസം 25-ാം തീയതിയാണ് നിങ്ങൾ ചെയ്യണമെങ്കിൽ അടുത്ത മാസം മിക്കവാറും അത് 24-25 ആയിരിക്കും നിങ്ങളുടെ ആ ഡേറ്റ് അവിടെ കാണിക്കുന്നത്. അപ്പൊ ഈ ഡേറ്റ് നമ്മൾ നോക്കി വെക്കുക. കാരണം ഇത് നമ്മൾ ഈ മാസം ഏതായാലും കമ്പനി ഫ്ലഷ് ഔട്ട് ഒന്നും ചെയ്യുന്നില്ല. എന്ന് പറഞ്ഞാല് റീപർച്ചേസ് ചെയ്യാത്ത ആൾക്കാരുടെ PV ഇതുവരെയും ചെയ്യാത്ത ആൾക്കാരുടെ PV നഷ്ടപ്പെടൂല. അത് 31-ാം തീയതിക്ക് മുമ്പായിട്ട് നമ്മൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ നഷ്ടപ്പെടൂല, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് നഷ്ടപ്പെടും. അപ്പൊ ആ PV നഷ്ടപ്പെടാതെ ഇരിക്കാനായിട്ട്, അല്ലെങ്കിൽ ആ ലോയൽറ്റി പോയിന്റ് നഷ്ടപ്പെടാതെ ഇരിക്കാനും PV നഷ്ടപ്പെടാതെ ഇരിക്കാനും നമ്മൾ റെഗുലർ ആയിട്ട് ഈ റീപർച്ചേസ് ചെയ്ത് പോകണം. അതിൽ എപ്പോഴും നമുക്കൊരു ശ്രദ്ധ വേണം. ഏത് മീറ്റിങ്ങിലും നമ്മൾ ആ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം നമ്മൾ ജൂലൈ മാസം മുതൽ ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും ഇത് ഓർമ്മ ഉണ്ടാവില്ല. ഞാൻ പോലും മറന്നുപോയി എന്നുള്ളതാണ്. പക്ഷെ ഞാനത് അന്നത്തെ ആ ചെയ്യേണ്ട ദിവസമാണ് ഞാൻ ഓർത്തത്. അപ്പൊ നമ്മളതൊരു റെഗുലർ പ്രോസസ്സിൽ വരാത്തതുകൊണ്ട്, അപ്പൊ ഇതെപ്പോഴും ഒരു ഗ്രൂപ്പ് സിറ്റിംഗ് നടക്കുമ്പോഴും ഒരു ജൂനിയർ ആയിട്ട് സംസാരിച്ച് പിരിയുമ്പോഴും നമ്മൾ ഈ ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത് എപ്പോഴും വളരെ നന്നായിരിക്കും എന്നുള്ളതാണ്. അപ്പൊ നമുക്കറിയാം, നമ്മൾക്ക് ഈ പറയുന്ന ട്രിപ്പ് ഒരു 6 ലക്ഷം രൂപ താഴെ വരുമാനം മേടിച്ച വ്യക്തിയാണെങ്കിൽ 15,000 LRP പോയിന്റ് മതി. അത് 6 ലക്ഷത്തിന് മുകളിലുള്ള വ്യക്തിയാണെങ്കിൽ 30,000 LRP പോയിന്റ് ആണ് അയാൾക്ക് തായ്ലാന്റ് ട്രിപ്പ് വിൻ ചെയ്യാനായിട്ട് ആവശ്യമായിട്ട് വരുന്നത്. അങ്ങനെ ആ സ്ലാബാണ് ഈ കാണിച്ചിരിക്കുന്നത്. ആ സ്ലാബ് അനുസരിച്ചാണ്. പക്ഷെ പുതിയതായിട്ട് ജോയിൻ ചെയ്ത എല്ലാ വ്യക്തികളെ സംബന്ധിച്ച് ഒരു 3 ലക്ഷം രൂപ വരുമാനം വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് തായ്ലാന്റ് ട്രിപ്പ് പോകാൻ സാധിക്കും. ഇതിൽ തായ്ലാന്റ് ട്രിപ്പ് പോകുന്നതിലുപരി നമ്മളുടെ ടീമിൽ ഒരു റീപർച്ചേസ്, ഒരു റീറ്റെയിൽ പ്രവണത നമ്മൾക്ക് സൃഷ്ടിക്കാൻ നമുക്ക് സാധിച്ചാൽ നിസ്സാര വരുമാനമല്ല നമ്മൾക്ക് കിട്ടുന്നത്. ഇവിടെ ബൈനറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പുതിയ എൻട്രീസ് വന്നാൽ മാത്രമാണ് മദർ പ്ലാനിൽ നമുക്ക് വരുമാനം കിട്ടുന്നത്. പക്ഷെ ഇവിടെ നമുക്ക് പുതിയ എൻട്രി വരേണ്ട കാര്യമില്ല. കാരണം എന്താണ്, ഒരു വ്യക്തി ഒരു 10 കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ തീർച്ചയായിട്ടും അയാൾക്ക് എല്ലാ മാസവും എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് അയാൾക്ക് അവിടെ കൊടുക്കാൻ സാധിക്കുന്നുള്ളൂ. ഇത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഹെൽത്ത് നോക്കുന്ന ആൾക്കാരുണ്ട്. നമ്മൾ അത്രയും കസ്റ്റമറിനെ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റെഗുലർ ആയിട്ട് ഈ പറയുന്ന PV കംപ്ലീറ്റ് ചെയ്യാനും നല്ലൊരു വരുമാനം റീപർച്ചേസിലൂടെ എല്ലാ മാസവും നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ആ രീതിയിൽ നമ്മളുടെ ടീമിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ മെയിൻ ഉദ്ദേശം. അപ്പൊ നമുക്കറിയാം, ഈ ഒരു വരുമാനം ചെറിയ വരുമാനമല്ല. നമുക്ക് മദർ പ്ലാനിൽ ഒരു മാസം 8 ലക്ഷത്തി ചില്ലാനം രൂപയെ കിട്ടുള്ളൂ. പക്ഷെ റീപർച്ചേസിലാണെങ്കിൽ ഒരു മാസം ഏതാണ്ട് 37,80,000 രൂപ വരെ നമ്മൾക്ക് ഇതിൽ വരുമാനം വാങ്ങാനുള്ള ചാൻസസ് ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നേച്ചറിൽ ആ ടീമിനെ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരിക. നമ്മൾ സൺഫ്ലവർ സിസ്റ്റം എടുത്ത് നോക്കിക്കോ,
അവർക്ക് എല്ലാവർക്കും തന്നെ എന്താണ്, അവര് അതില് വരുമാനം ഉണ്ടാക്കുന്നത് ടീം വൈസ് വരുമാനമല്ല, മെയിൻ ആയിട്ട് അവര് വരുമാനം ഉണ്ടാക്കുന്നത് ഈ പറയുന്ന റീറ്റെയിൽ ചെയ്തിട്ട് തന്നെയാണ് അവരുടെ കൂടുതലും വരുമാനം അവർക്ക് കിട്ടുന്നത്. അങ്ങനെയാണ് അവർക്ക് PV കൂടുതൽ കയറി വരുന്നത്. അപ്പൊ അവിടെ ആ ഒരു സാധ്യതയല്ല നമുക്ക് ഇവിടെ ഉള്ളത്, അതിന്റെ എത്രയോ വലിയ സാധ്യതയാണ് നമുക്ക് ഇവിടെ ഉള്ളത്. കാരണം എന്താ വെച്ചാല്, ഒന്ന് നമ്മൾക്ക് PV ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടുന്ന ഒരു സിസ്റ്റം. ഇന്ന് ലോകത്ത് ഒരു കമ്പനിയും PV ക്യാരി ഫോർവേഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അത് മാത്രമല്ല, നമ്മൾക്ക് ഈ പറയുന്ന ഫോറിൻ ട്രിപ്പിന് ഒരു ടൈം ലിമിറ്റും ഇല്ല. എന്ന് വിൻ ചെയ്യുന്ന അന്ന് നിങ്ങൾക്ക് പോവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുള്ളതാണ്. അപ്പൊ നമ്മളിത് മനസ്സിലാക്കുക, നമ്മുടെ ഹെൽത്ത് ആണ് ഏറ്റവും വലുത്. ദ ഫസ്റ്റ് വെൽത്ത് ഈസ് ഹെൽത്ത് ആണ്. അത് നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുക. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ ആണ്. നമ്മുടെ എല്ലാ പ്രോഡക്റ്റും പ്രിവെൻഷന് വളരെ നല്ലതാണ്. ഏത് പ്രായക്കാർക്കും അത് പ്രിവെന്റ് ചെയ്യാനും അത് റെഗുലർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ നാളെ നമുക്ക് രോഗങ്ങൾ വരാതിരിക്കാനായിട്ട് ഇത് വളരെ സഹായകരമാണ്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്നത്തെ സൂമിലൂടെ നിങ്ങൾക്ക് ഈ 3 വിഷയങ്ങൾ ഞാൻ സംസാരിച്ചത്, ആ 3 വിഷയങ്ങളെ കുറിച്ചും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്നാണെങ്കിൽ, മനസ്സിലായി എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഒരു S നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അങ്ങനെ മനസ്സിലാകാത്ത ആൾക്കാരുണ്ടെന്നാണെങ്കിൽ എന്റെ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെന്നാണെങ്കിൽ നമുക്ക് എന്റെ ആ സംശയങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഈ സെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിലേക്കായി നമ്മളുടെ ആരാധ്യനായ KVCയുടെ പ്രിയങ്കരനായ മനോജ് സാറിനെ ഞാൻ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഓക്കെ സർ, താങ്ക് യു സോ മച്ച് ആന്റണി സർ. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ നമ്മുടെ സ്വകാര്യ അഹങ്കാരമായ ജോയ് പീറ്റർ സാറാണ് നമ്മുടെ കമ്പനിയുടെ ഫുഡ് സപ്ലിമെന്റ്സിനെ കുറിച്ച്, വളരെ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സിനെ കുറിച്ച് വളരെ ആധികാരികമായിട്ട് ഇവിടെ സംസാരിച്ചത്. ഇത്തരം പ്രൊഡക്ട്സിനെ കുറിച്ച് ആധികാരികമായിട്ട് സംസാരിക്കാൻ കഴിവുള്ള ഒരു ലീഡറാണ് ജോയ് പീറ്റർ സാർ. അദ്ദേഹത്തിന്റെ നീണ്ട വർഷത്തെ ഈ ഫീൽഡിലുള്ള അനുഭവം നമ്മൾക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. അദ്ദേഹം ടീമൊന്നും നോക്കാതെ എവിടെ എന്ത് പ്രോഗ്രാം വേണമെന്ന് പറഞ്ഞാൽ ഓടി വരാൻ തയ്യാറുള്ള നല്ലൊരു മനസ്സിന്റെ ഉടമസ്ഥനാണ്. ഈ പ്രോഗ്രാം ശരിക്കും സൂമിലല്ല വേണ്ടത്, പക്ഷെ സൂമിലൂടെ നിങ്ങൾക്ക് ചെറിയൊരു അവയർനെസ് തന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത് ഓരോരുത്തർക്കും തോന്നുന്നുണ്ടാവും ഇതിന്റെ ഒരു ഫുൾ ആയിട്ടുള്ള ഒരു 1 ഡേ പ്രോഗ്രാം വേണമെന്ന ആഗ്രഹം ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. നമ്മളുടെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ മുതൽ ന്യൂട്രാസ്യൂട്ടിക്കൽസ് മുതൽ ഫുഡ് സപ്ലിമെന്റ്സ് എല്ലാ ഉൽപ്പന്നങ്ങളെ കുറിച്ചും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള 1 ഡേ പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യും. അതിനു വേണ്ടിയിട്ട് എല്ലാ ടീമംഗങ്ങളും തയ്യാറാകുക, ലീഡേഴ്സ് തയ്യാറാകുക എന്നാണ് എനിക്ക് സുപ്രഭാതത്തിൽ ഓരോരുത്തരോട് അഭ്യർത്ഥിക്കാറുള്ളത്. നോളജ് ഈസ് പവർ നമ്മൾ പറയാറുണ്ട്. നമുക്ക് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് യാതൊരു അറിവും ഇല്ലെങ്കിൽ നമുക്ക് ഇത് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് സ്വയം ഉപയോഗിക്കാനും തോന്നില്ല. അപ്പൊ നമ്മൾ ആദ്യം വാങ്ങി നമ്മൾ സ്വയമായിട്ട് ഉപയോഗിക്കണം, എന്നിട്ട് വേണം മറ്റുള്ളവരിലേക്ക് ഇത് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ വളരെ വ്യക്തമായിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ വരുമ്പോഴും വാങ്ങി നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങളൊരു ആത്മപരിശോധന നടത്തണം. പല ലീഡേഴ്സിനോടും ഞാൻ പറയാണ്. അപ്പോ നമ്മൾ ആദ്യം വാങ്ങി ഉപയോഗിക്കുമ്പോഴാണ് നമുക്ക് ഇതിനകത്തൊരു കോൺഫിഡൻസ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അതിനെക്കുറിച്ച് A to Z ഇല്ലേ, എന്താണ് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് എന്നും നമ്മുടെ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ്സിന്റെ ശാസ്ത്രീയത എന്താണെന്നും അതിന് കിട്ടിയ അവാർഡുകൾ എന്തൊക്കെയാണെന്നും എല്ലാം 1 to 1 കൃത്യമായിട്ട് നമ്മുടെ ജോയ് പീറ്റർ സാർ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ബിഗ് കൺഗ്രാജുലേഷൻ നേരുകയാണ് എന്റെ ജോയ് പീറ്റർ സാർ. ഞാൻ ഹൃദയത്തിനാണ് സംസാരിക്കുന്നത്. ഞാൻ എപ്പോഴും ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്കറിയാം. പച്ച യാഥാർത്ഥ്യങ്ങളെയാണ് എല്ലാ പ്രോഗ്രാമിലും ഞാൻ പറയാറുള്ളത്, അല്ലാണ്ട് അഭിനയിക്കുന്ന ഒരു നടനല്ല ഞാൻ, ഒരു പച്ച മനുഷ്യനാണ്. അപ്പൊ ഇതെല്ലാം കേട്ടപ്പോഴും മനസ്സിലാക്കിയപ്പോഴും എനിക്ക് വളരെ സന്തോഷം തോന്നി. കമ്പനി ഓരോ പ്രൊഡക്ട്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും ഞാൻ എല്ലാം അത് വാങ്ങി ഉപയോഗിക്കാറുണ്ട്. ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ്, അതായത് നമ്മളെ പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ്സിൽ ഞാൻ ഇത് വാങ്ങിച്ച ഒരു പ്രൊഡക്റ്റാണ് ഞാൻ നിങ്ങളെ കാണിക്കുന്നത്. അതുകൊണ്ട് വെറുതെ കഥ പറയുന്നതല്ലേ, ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, മനസ്സിലായില്ലേ. Omega-3 എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റ് ഞാൻ വാങ്ങി ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്ത പ്രൊഡക്റ്റ് കുറച്ച് നാളായിട്ട് നമുക്ക് പ്രൊഡക്റ്റ് കിട്ടാത്ത അറിയാം എല്ലാവർക്കും. എന്നാൽ അതിപ്പോ വന്നിട്ടുണ്ട്, ഞാൻ അതിന്റെ ഓർഡർ കൊടുത്തു കഴിഞ്ഞു പല പ്രൊഡക്ട്സിനും, മനസ്സിലായില്ലേ. ബ്യൂട്ടി വിറ്റാലിറ്റിയുടെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. സൗന്ദര്യം വർദ്ധിപ്പിക്കണ്ടേ എല്ലാവർക്കും അല്ലേ, വേണ്ടേ ഗീത മാഡം? അപ്പൊ അതിനൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ അടുത്ത ദിവസം വരും. മുടി പൊഴിയില്ല, മനസ്സിലായി, ത്വക്കിനൊക്കെ നല്ല കളർ വരും. ആ പ്രൊഡക്റ്റിനൊക്കെ ഓർഡർ കൊടുത്തു. ഇതിൽ വാങ്ങി ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത്. ഇതിനെക്കുറിച്ചെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഒരു കമ്പനിയുടെ തന്നെ ഗൈഡ് ബുക്ക് ഉണ്ട്, അത് നമ്മൾ വാങ്ങാം. 300 രൂപയാണ് അത് ഉള്ളൂ. ഇതിനകത്താണ് എല്ലാം ഓരോ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. കാണാൻ പറ്റുന്നുണ്ടോ ജയ് സാറേ? നമ്മുടെ ഹാൻഡ് ബുക്കാണ്. അപ്പൊ ഈ ഹാൻഡ് ബുക്ക് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും, ഇതിനകത്തുള്ള എല്ലാം ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുത്തിട്ടുണ്ട്. ഇത് പ്ലാന്റ് ബേസ്ഡ് സപ്ലിമെന്റ്സിനെ കുറിച്ച് ഓരോ പ്രൊഡക്റ്റും വാങ്ങിയാൽ അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്,
എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത്, രാവിലെയാണോ, ഭക്ഷണത്തിന് ശേഷമാണോ, ഭക്ഷണത്തിന് മുമ്പാണോ, രാത്രിയാണോ, മുതലായ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. 300 രൂപയാണ് ഇതിന്റെ വില. 400 300 ഞാൻ മറന്നുപോയി. ഇതൊക്കെ നമ്മൾ വാങ്ങിയിട്ട് ഇത് റീപർച്ചേസിൽ ആഡ് ചെയ്യാൻ പറഞ്ഞാൽ അധികം പിന്നെ റീപർച്ചേസിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വാങ്ങിച്ചത് ഇപ്പൊ ഇല്ലയോന്ന് അറിയില്ല, ഇല്ലെങ്കിൽ ഞാൻ പറയാം. മനസ്സിലായോ? അപ്പൊ ഇത് വാങ്ങിയിട്ട് നമ്മുടെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ആധികാരികമായിട്ട് നമുക്കൊരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഈ പറയുന്നതോടൊപ്പം ഇതും കൂടെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര വിശ്വാസം കൂടും, അല്ലെ? നമ്മളിപ്പോ വായക്ക് തോന്നിയത് കോതൊക്കെ പാട്ട് എന്ന് പറഞ്ഞാൽ ഇയാൾ എന്തൊക്കെയോ പറയണമെന്നൊരു തോന്നണം. പക്ഷെ ഇത് നമ്മൾ കാണിച്ചു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ആധികാരികത ഉണ്ടാവുന്നില്ല. ഇത് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അടുത്ത പ്രൊഡക്റ്റാണ് അദ്ദേഹം ഇവിടെ സംസാരിച്ച നമ്മുടെ അൾട്രാ ബെറി എന്ന് പറയുന്നത്, അല്ലെ? അൾട്രാ ബെറി എന്ന് പറഞ്ഞൊരു സൂപ്പർ പവറാണത്. ഒരു പവർ എന്താണ്, നമ്മുടെ ബോഡിയിൽ ഒരു പവർ ഉത്പാദിപ്പിക്കുന്ന ഒരു കേന്ദ്രമാണ്. ഇത് അൾട്രാ ബെറി വാങ്ങി ഉപയോഗിക്കണത്. ഞാനിപ്പോ 4ാമത്തെ പ്രൊഡക്റ്റ് ആണ് ഇത് ഉപയോഗിക്കുന്നത്, അൾട്രാ ബെറി ജ്യൂസ്. അല്ലാണ്ട് കഥ പറയുന്നതല്ലേ ഇതൊന്നും. നിങ്ങൾ വാങ്ങണം, ഓരോരുത്തർ ഉപയോഗിക്കണം. 3 4 ഇത് 4ാമത്തെയാണ് ഇപ്പൊ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അൾട്രാ ബെറി ജ്യൂസ് കൃത്യമായിട്ട് ഉപയോഗിക്കാം. ഭയങ്കര എനർജി ലെവൽ. എത്ര യാത്ര ചെയ്യാനും യാതൊരു ക്ഷീണവും ഉണ്ടാവില്ല. അടുത്ത നമ്മുടെ വേറൊരു പ്രൊഡക്റ്റ് ആണ് നമ്മുടെ മോർ പവർ എന്ന് പറയുന്നത്. കണ്ടില്ലേ? ഇത് മോർ പവറാ. മോർ പവർ കാണുന്നുണ്ടോ? മോർ പവർ. ഇത് കാലി ബോക്സ് അല്ല കേട്ടാ. ആളുകാർക്ക് പണ്ടേ പോരണം മേടിച്ച ആള് കാലി ബോക്സ് എടുത്ത് കാണിക്കണതാണ്. മനസ്സിലായില്ല? ഇതിനകത്ത് ഇപ്പോഴും ഉണ്ട് മോർ പവർ. ഇത് പുതിയ ഇപ്പൊ വന്നതാ. ഇത് കാണുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും? കണ്ണുള്ളവർ കാണട്ടെ. ജോയ് സാറേ, കാതുള്ളവർ കേൾക്കില്ല. ഇത് മോർ പവർ പ്രീമിയം ആണ് കേട്ടാ. 10,900 പ്രീമിയം ആണ്. ഇതിന്റെ കൂടെ ചെറിയ ബോട്ടിൽ 6 ഉണ്ടാവും, ചെറുത്. അത് കുറെ ഉപയോഗിച്ച് തീർന്നു. ചെറുതാണ് ആദ്യം ഉപയോഗിക്കാൻ തുടങ്ങിയത്. ഇത് 4ാമത്തെ ബോട്ടിലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതൊക്കെ വാങ്ങി ഉപയോഗിക്കണം. ഇതിനൊന്നും 10 പൈസ ചെലവാക്കാൻ മടിയാണ് ആളുകൾ. എന്നിട്ട് മറ്റുള്ളവരുടെ അടുത്ത് പോയിട്ട് ക്ലാസ് എടുക്കും. അത് വാങ്ങിച്ചോ, ഇത് വാങ്ങിച്ചോ. നിങ്ങളുടെ അടുത്തൊരു സാമ്പിൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാണിച്ചു കൊടുക്കാൻ പറ്റില്ല പലരും. അപ്പൊ നമ്മൾ ആദ്യം മാതൃകയാവണം. അടുത്തത് ലേറ്റസ്റ്റ് അവസാനം പറഞ്ഞത് ഗീർ പശുവിന്റെ നെയ്യിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ 5 3 5 6ാമത്തെ ബോട്ടിലാണ്. 6ാമത്തെ ബോട്ടിലാണ്. 2 ബോട്ടിൽ മകന് കൊടുത്തു വിട്ടായിരുന്നു. അവന്റെ അഡ്രസ്, അവൻ പൂനെയിലാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. അവന്റെ അഡ്രസ്സിലേക്ക് കമ്പനിയിൽ നിന്ന് തന്നെ നേരെ ഡെലിവറി കൊടുത്തു കഴിഞ്ഞ ദിവസം. 2 ബോട്ടിൽ അവിടെ കൊടുത്തു. അടിപൊളി പൊടച്ച. ഇതൊക്കെ ഉപയോഗിച്ചാൽ നമ്മുടെ ശരീരത്തിന് കിട്ടുന്ന ഗുണങ്ങൾ നിസ്സാരമല്ല. പണം ആവട്ടെ ബാങ്കിൽ വെച്ചതിനെ കൊണ്ട് കാര്യമില്ല പ്രദീപ് സാർ കേട്ടോ. പൈസയൊക്കെ എടുത്തിട്ട് ആദ്യം നമ്മളെ ഹെൽത്ത് നന്നാക്കാൻ നോക്കണം. ഈ നെയ്യുടെയൊക്കെ ഗുണം പറയുന്ന കേട്ടില്ലേ? എന്തൊക്കെ ഗുണമാണല്ലേ? സൗന്ദര്യം വർദ്ധിക്കും. നമ്മളൊരു സ്വർണ്ണ വർണ്ണ നിറത്തിലേക്ക് മാറും റെഗുലറായിട്ട് ഉപയോഗിച്ചാൽ. പ്രദീപ് സാർ അല്ലെങ്കിൽ തന്നെ നല്ല സ്വർണ്ണ വർണ്ണ നിറമാണ്. എന്നാൽ ഒന്നും കൂടി ഗ്ലാമർ വരും. മനസ്സിലായ? അപ്പോ നമ്മളെ ബ്രെയിൻ ഫങ്ഷൻ കുട്ടികൾക്ക് ഏറ്റവും നല്ലതാണ്. ഞാൻ ഇതിലേക്കൊന്നും പോകുന്നില്ല, അതൊക്കെ സാറ് പറഞ്ഞു. അതേപോലെ തന്നെ ഇതെന്ത് ചെയ്യാ, നമുക്കൊരു ബ്യൂട്ടി കെയർ ആയിട്ട് മുഖത്തൊക്കെ ചെറുതായിട്ട് ഒന്ന് തേച്ച് കൊടുത്ത് പിടിപ്പിച്ച് മസാജ് ചെയ്ത് കൊടുക്കാം, നല്ലതാണ്. അങ്ങനെ ഒത്തിരി ഗുണങ്ങൾ ഓരോ പ്രൊഡക്ട്സിനെ കുറിച്ച് സാർ ഇവിടെ പറഞ്ഞു. ഇതെല്ലാം നമ്മൾ പറഞ്ഞ് കേട്ടിട്ട് ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ട് പോയിട്ട് വീണ്ടും ശങ്കരൻ തെങ്ങേല എന്ന് പറഞ്ഞൊക്കെ ഒരു റിസ്റ്റ് ബാൻഡും ഒരു വാട്ടർ പാഡും എടുത്ത് നടന്നാൽ പോരാ നിങ്ങൾ. ഇതിലേക്കെല്ലാം നമ്മൾ ആഴത്തിൽ ഇറങ്ങിച്ചെല്ലണം. ഇവിടെയാണ് നമ്മുടെ സെല്ലുകൾക്ക് ആവശ്യമുള്ള പോഷക ആഹാരങ്ങൾ കിട്ടുന്നത്. പോഷകങ്ങൾ, പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ കൊടുക്കുന്ന ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ആണല്ലേ. അതുകൊണ്ട് നമ്മുടെ ശരീരത്തെ അത് സജീവമാക്കുന്നുള്ളതാണ്. സജീവത്തെ ഊർജ്ജസ്വലമാക്കി മാറ്റും ഈ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് കഴിക്കുമ്പോൾ. അപ്പൊ നമുക്ക് ആരോഗ്യം ഉണ്ടാവും, അസുഖം വരില്ല, ഡോക്ടേഴ്സ് അടുത്തേക്ക് പോകേണ്ടി വരില്ല. അതോടൊപ്പം നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും പ്രോപ്പർ ആകുമ്പോൾ നമ്മൾ ഹെൽത്തി ആയിട്ട് നിൽക്കും. അപ്പൊ ഇത് കഴിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ വരുന്നത്. രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടറെ അടുത്തേക്ക് പോകും. ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആദ്യം ടെസ്റ്റ് ചെയ്ത് ചെക്കപ്പ് കഴിഞ്ഞാൽ ആദ്യം എഴുതി തരുന്ന ടാബ്ലറ്റ് എന്താണ്? വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻ ഗുളികകളാണ് എഴുതി തരുന്നത്. അത് കെമിക്കൽസ് ആണ് അല്ലെ? അത് ഫാർമസ്യൂട്ടിക്കലാണ്, ഇത് ന്യൂട്രാസ്യൂട്ടിക്കലാണ്. ആ കെമിക്കൽസ് നിങ്ങൾ വാരി വിഴുങ്ങിക്കോളും അല്ലേ ജോയി സാറേ? അവിടെ കൊടുക്കുന്ന കെമിക്കൽസ് കൊടുക്കുന്നത് ഇന്ന ഡെഫിഷ്യൻസി ഉണ്ട്. വൈറ്റമിൻ എ, വൈറ്റമിൻ ബി, വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി, വൈറ്റമിൻ ഇ, എല്ലാ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കെമിക്കൽസിന്റെ എന്ത് എഴുതി തരും? ഫാർമസ്യൂട്ടിക്കലിന്റെ ടാബ്ലറ്റ് എഴുതി തരുമ്പോൾ 2 നേരം 3 നേരം കൃത്യമായിട്ട് കഴിച്ചോളും. തെറ്റിപ്പോകരുതല്ലോ, ഡോക്ടർ തന്നതല്ലേ. പക്ഷെ ഇവിടെ ഇത് നമ്മൾ വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിൽ ഓരോ ആശുപത്രിയിലും പോകേണ്ടി വരില്ല. അത്രയും നമ്മളെ ശരീരത്തിന് വേണ്ടുന്ന എല്ലാ പോഷകങ്ങളെയും നൽകുന്ന രീതിയിലും അല്ല 4 സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്, പ്രൂവൺ പ്രൊഡക്റ്റ്, വേൾഡ് അംഗീകരിച്ച പ്രൊഡക്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടാണ് നമ്മുടെ മോഹൻലാലിന്റെ പരസ്യം പറഞ്ഞ കണക്ക് അല്ലെ? സ്വർണം വീട്ടിൽ വെച്ചിട്ട് എന്തിനാണ് അല്ലെ തേടി നടക്കുന്നത് എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ കഥ എന്ന് പറയുന്നത്.
അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് പഠിക്കുക. ഓണത്തിന് ശേഷം നമ്മുടെ പ്രൊഡക്റ്റ് ട്രെയിനിങ് ക്യാമ്പുകൾ നമ്മൾ സജീവമാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതെല്ലാം പഠിച്ച് നല്ല രീതിയിൽ പ്രൊമോട്ട് ചെയ്ത് നല്ലൊരു ബ്രാൻഡ് അംബാസഡർ ആയിട്ട് മാറണം, ഒരു ശരിയായ ഒരു വെൽനസ് കോച്ചായിട്ട് നിങ്ങൾക്ക് മാറണം എന്നുള്ള ആഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതുപോലെ പഠിക്കാനുള്ള പ്രോഗ്രാമിലേക്ക് വരണം. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പലരും പങ്കെടുത്തിട്ടില്ല, ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇതുപോലുള്ള നല്ല പ്രോഗ്രാം നിങ്ങൾ രാവിലത്തെ 1 മണിക്കൂർ നിങ്ങൾ ഇതിന് യൂസ് ചെയ്യണം. നമ്മൾ അറിവാണ് നമ്മളെ നോളജ് എന്ന് പറയുന്നത് ഡയറക്ട് സെല്ലിംഗിൽ. അത് ഉപയോഗിക്കാൻ തയ്യാറാകണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും അടിപൊളിയായിട്ട് ഇന്ന് ഇവിടെ നമ്മുടെ ജോയ് പീറ്റർ സാർ സംസാരിച്ചു. പങ്കെടുത്തവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനി വളരെ പ്രധാനപ്പെട്ട 1-2 അപ്ഡേഷൻസ് ആണ്. നമ്മുടെ റീപർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് ജൂലൈയിൽ റീപർച്ചേസ് ചെയ്ത എല്ലാവർക്കും തന്നെ കമ്പനി ഒരു പ്രൊമോ കോഡ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് 1 lakh rupees താഴെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ സാർ അത് 1.5 lakh വരെ ആക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 1.5 ലക്ഷത്തിൽ താഴെ വരുമാനം കിട്ടിയ ആളുകൾക്കെല്ലാം തന്നെ അവരുടെ ID തുറന്നിട്ട് ഡാഷ്ബോർഡിൽ 46ാമത്തെ I, ഞാൻ എന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഡാഷ്ബോർഡിൽ 46I എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ചെന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഫോം തെളിഞ്ഞു വരും. ആ ഫോമിൽ നിങ്ങളുടെ പേരും അഡ്രസ്സും കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് ആർക്കെ കിട്ടുള്ളൂ? 1.5 ലക്ഷം രൂപയിൽ താഴെ വരുമാനം കിട്ടിയ ആൾക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. അതോടൊപ്പം അവർ എന്ത് ചെയ്തിരിക്കണം? ജൂലൈ 31-നുള്ളിൽ ഒരു റീപർച്ചേസ് നടത്തിയിരിക്കണം. അല്ലാത്തവരൊന്നും അത് പോയി തുറക്കണ്ട കേട്ടോ, ഒന്നും കിട്ടാൻ വേണ്ടി പോണില്ല. ജൂലൈ 31-നുള്ളിൽ റീപർച്ചേസ് നടത്തിയവരും 1.5 ലക്ഷം രൂപയിൽ ടോട്ടൽ വരുമാനം താഴെയുള്ളവരും ആയ ആളുകളുടെ ഡാഷ്ബോർഡിൽ 46-ൽ I എന്ന് പറഞ്ഞ ഓപ്ഷൻ തുറക്കുക. അപ്പോൾ ഒരു ഫോം തെളിഞ്ഞു വരും. അത് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എന്താ വേണ്ടെന്ന് വെച്ചാൽ വളരെ ചുരുങ്ങിയ വിലക്കാണ് കിട്ടുന്നത്. അതിന്റെ PDF കഴിഞ്ഞ ദിവസം ഞാൻ ഗ്രൂപ്പിലേക്കെല്ലാം ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലീഡേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് മേടിക്കാം. എന്നിട്ട് അത് നോക്കി സെലക്ട് ചെയ്യാം. അവിടെ നമുക്ക് അൾട്രാ ബറി വേണമെങ്കിൽ 2 എണ്ണം കിട്ടും. 2 അൾട്രാ ബറിക്ക് 2500 രൂപയാണ് വില. അവിടെ 2 അൾട്രാ ബറിക്ക് 2500 രൂപയാണ് അവിടെ വില വരുന്നത്. കൂടുതൽ അൾട്രാ ബറി വേണോ? 16 അൾട്രാ ബറി നിങ്ങൾക്ക് ഒരുമിച്ചെടുക്കാം. അതിന് വില ആകെ 17,500 രൂപയുള്ളൂ. അപ്പൊ ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ ആ എമൗണ്ട് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ആദ്യം തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് നമ്മൾ പിൻ പർച്ചേസ് ചെയ്യുന്ന സെയിം അക്കൗണ്ടിലേക്ക് തന്നെ HDFC ബാങ്കിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ട് അതിന്റെ സ്ലിപ്പ് വെച്ചിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാൻ. ട്രാൻസ്ഫർ ചെയ്ത് ഉടനെ ചെയ്യാൻ പറ്റില്ല. ട്രാൻസ്ഫർ ചെയ്ത് 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഈ ഡാഷ്ബോർഡിൽ ഇത് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ അത് വാലിഡ് ആവില്ല, മിസ്മാച്ച് കാണിക്കും. ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ 46I ഓപ്പൺ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള, ഇനി മാഗ്നറ്റിക് പ്രൊഡക്ട്സ് വേണോ, ഏത് പ്രൊഡക്ട്സ് വേണോ നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തിട്ട് അതിന് പറഞ്ഞ എമൗണ്ട് എന്ത് ചെയ്യണം? കമ്പനിയിലേക്ക് അയച്ചു കൊടുത്തിട്ട് ആ സ്ലിപ്പ് വെച്ചിട്ട് അത് അവിടെ അപ്ഡേറ്റ് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ വീട്ടിലേക്ക് ആ പ്രൊഡക്റ്റ് ഡെലിവറി ആവും. അവിടെ അഡ്രസ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ തെറ്റിപ്പോകരുത്. പഴയ നമ്മൾ ID അടിക്കും പൂർണ്ണമായിട്ട് അഡ്രസ്സ് ഒന്നും കൊടുത്തിട്ടുണ്ടാവില്ല ചില ആളുകൾ. ഇവിടെ കറക്റ്റ് ആയിട്ട് അഡ്രസ്സ് പിൻകോഡ് കേരള എന്നൊക്കെ എഴുതണം കേട്ടാ. ചില ഇതൊന്നും ഇല്ല, വീട്ടുപേരുവാ ഇന്ന സ്ഥലവും പോസ്റ്റും കഴിഞ്ഞു. ഇത് ഇന്ത്യൻ കമ്പനിയാണ്, മുംബൈയിൽ നിന്നൊക്കെ സാധനം വരേണ്ടതാണ്. പിൻകോഡൊക്കെ വെക്കണേ. നിങ്ങളെ വിളിച്ചാൽ കിട്ടുന്ന മൊബൈൽ നമ്പർ വെക്കണം. സ്വിച്ച് ഓഫ് ആക്കി വെക്കുന്ന മൊബൈൽ നമ്പർ വെക്കല്ലേ. കൊറിയറിൽ വന്നു കഴിഞ്ഞാൽ സാധനം തിരിച്ചു പോകും. പലരും കാശ് കൊടുക്കാനുള്ള ആളുകൾ പലരും അറിയാത്ത നമ്പർ കണ്ട് എടുക്കൂല അല്ലേ. ഇപ്പൊ കൊറിയർ എന്നായിരിക്കും വിളിക്കുക. അപ്പൊ ഏതോ പൈസ കൊടുക്കാനുള്ള വേറെ നമ്പർ എന്നാ വിളിക്കുന്ന വെച്ചാൽ നമ്മൾ എടുക്കൂല. അപ്പൊ എന്താവും? ഈ സാധനം തിരിച്ച് അങ്ങോട്ട് തന്നെ പോകും. അങ്ങോട്ട് പോയി എന്നെ വിളിച്ചിട്ട് കോലാഹലം, സാറേ എന്റെ പ്രൊഡക്റ്റ് കിട്ടിയില്ല സാറേ, അങ്ങനെയാണ് സാറേ, ഇങ്ങനെയാണ് സാറേ, ഇതെന്ത് കമ്പനിയാണ് സാറേ, ഒന്നും ചോദിക്കണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആദ്യം വീണ്ടും എന്ത് ചെയ്യേണ്ടതുണ്ടോ? 250 രൂപ കമ്പനിക്ക് അയച്ചു കൊടുക്കേണ്ടി വരും, കൊറിയർ ചാർജ്. എന്നാൽ മാത്രമേ ആ പ്രൊഡക്റ്റ് രണ്ടാമത് വരുള്ളൂ. അതുകൊണ്ട് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ജൂലൈ 31-നുള്ളിൽ റീപർച്ചേസ് ചെയ്തവരുടെ ഓപ്ഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇനി ഓഗസ്റ്റ് 31 വരെ റീപർച്ചേസ് ചെയ്തവരുടെ ഓപ്ഷൻ അടുത്ത മാസം വരും. അത് ഭയങ്കര ഓഫറാണ്, നന്നായിട്ട് അത് പ്രൊമോട്ട് ചെയ്യാം. ഇങ്ങനെ നമ്മുടെ ടീമില് ജീനിയസിലും വിന്നേഴ്സും ഉള്ള ആളുകൾ ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് PV വെച്ചിട്ടുണ്ടല്ലോ. ഓരോ പ്രൊഡക്റ്റിനും PV ഉണ്ട്, നോക്കുക നിങ്ങൾ. വലിയ പ്രൊഡക്ട്സ് എടുക്കുമ്പോൾ 2.5 PV ആണ്. മറ്റേ ഞാൻ പറഞ്ഞ അൾട്രാ ബറി 17,500 വന്നിരിക്കുന്നത്. ആ PV നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടും. അത് മാച്ച് ആകുമ്പോൾ നമുക്ക് വരുമാനം കിട്ടും. ക്ലിയർ അല്ലെ? പോയിന്റ് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ ജീനിയസിലും വിന്നേഴ്സും ഉള്ള ആളുകൾ ഇതേപോലെ ഈ സെൽഫ് റീപർച്ചേസിലൂടെ, ഈ ഓഫറിലൂടെ, ഈ പ്രൊമോ കോഡ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുമ്പോൾ അതിന് പോയിന്റ് വാല്യൂ ഉണ്ട്. ആ പോയിന്റ് വാല്യൂ എല്ലാം നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടും. അത് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് വരുമാനം കിട്ടും. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് പറയാനുള്ളത്, സെപ്റ്റംബർ 1 മുതൽ ഓഗസ്റ്റ് വരെയുള്ള എല്ലാവരും ക്യാരി ഫോർവേഡ് ചെയ്യുന്നു. സെപ്റ്റംബർ 1 മുതൽ നിങ്ങൾ റീപർച്ചേസ് നടത്തിയില്ലെങ്കിൽ നിങ്ങളുടെ PV ബോത്ത് സൈഡും 0 ആകും. അത് ശ്രദ്ധിച്ചോളണം. മനസ്സിലായോ? നമ്മൾ റീപർച്ചേസ് നടത്താതെ പവർ ഇങ്ങനെ ക്യാരി ഫോർവേഡ് ചെയ്ത് തരാൻ പറ്റില്ല, ഒരു കമ്പനിക്കും കൊടുക്കാൻ പറ്റില്ല. നിങ്ങളെ വൺ സൈഡേ പോകുന്നുള്ളൂ, നോ പ്രോബ്ലം. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ഡേറ്റിന്, ഓരോരുത്തരും നമ്മുടെ ഡേറ്റ് നോക്കണം. ആ ഡേറ്റിന് ഒരു ദിവസം മുമ്പെങ്കിലും റീപർച്ചേസ് നടത്തിയിരിക്കണം.
ഇല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് വന്നിരിക്കുന്ന എല്ലാ PV ഫ്ലഷ് ഔട്ട് ആവും. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. അല്ലാതെ നമുക്ക് തോന്നുമ്പോൾ പോയി പർച്ചേസ് ചെയ്താൽ 2 സൈഡും ക്യാരി ഫോർവേഡ് കിട്ടില്ല. നമ്മൾ ആ ഡേറ്റിന് നിർബന്ധമായിട്ട് റീപർച്ചേസ് ചെയ്തിരിക്കണം. ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങുക. റെട്ടർ പരി വാങ്ങി വിറ്റോ, കാശ് കിട്ടൂല. അല്ലെങ്കിൽ നെയ്യ് വാങ്ങി കൊടുക്ക്, കുട്ടികൾക്ക് കൊടുക്ക്, നിങ്ങൾക്ക് കഴിക്കുക. ഇതിന് കൊളസ്ട്രോൾ ഒന്നും ഇല്ല കേട്ടോ ഈ നെയ്ക്ക്. മലയാളിക്ക് അങ്ങനെ ഒരു പേടിയാണ്, നെയ്യ് കഴിച്ചാൽ കൊളസ്ട്രോൾ വരുമോ? കൊളസ്ട്രോളിന്റെ കലവറയാണല്ലോ അല്ലെ. ഒരു കൊളസ്ട്രോളും ഇല്ല ഇതിന്, ധൈര്യമായിട്ട് കഴിക്കാം. കൊളസ്ട്രോൾ ഇല്ല, സാർ ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും അല്ലെ. കൊളസ്ട്രോൾ ഇല്ല ഇതിന്. ഇപ്പൊ കുട്ടികൾക്കൊക്കെ 1 സ്പൂണൊക്കെ കൊടുക്കുക. കോളേജിലും സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് ഡെയിലി ചപ്പാത്തി ദോശയൊക്കെ ചൂടുമ്പോൾ അതിനകത്ത് ഇത് ചേർത്ത് ചുട്ടൊക്കെ കഴിച്ചാൽ മതി. അല്ലെങ്കിൽ നല്ല ചൂടുവെള്ളത്തിൽ 1 സ്പൂൺ നെയ്യ് അല്ലെ, ഇളം ചൂടുവെള്ളത്തിൽ കട്ടൻ ചായയിലൊക്കെ കുടിക്കാറുണ്ട് നമ്മൾ ആളുകൾ പണ്ടൊക്കെ. അപ്പൊ ബെസ്റ്റ് ആണത്. അപ്പൊ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് നമ്മൾ നമ്മുടെ ഡേറ്റിന് റീപർച്ചേസ് ചെയ്യണം. ഡേറ്റ് 20-ാം തീയതി ആണെങ്കിൽ നിങ്ങൾ 21-ാം തീയതി എല്ലാം വാഷ് ഔട്ട് ആവും, LRP വാഷ് ഔട്ട് ആവും. അതുപോലെ നിങ്ങളുടെ ക്യാരി ഫോർവേഡ് കിടക്കുന്ന PV വാഷ് ഔട്ട് ആവും. അപ്പൊ 20-ാം തീയതി ആണെങ്കിൽ 20-ാം തീയതി ഇതിന്റെ കട്ട് ഓഫ് ഉച്ചക്ക് 12 മണിക്കും രാത്രി 12 മണിക്കുമാണ്. എന്തിന്റെ കട്ട് ഓഫ്? റീപർച്ചേസിന്റെ കട്ട് ഓഫ്. രാവിലെ 5 മണിയും വൈകുന്നേരം 5 മണിയും അല്ല, എല്ലാവരും ശ്രദ്ധിക്കണം. ഇതിന്റെ കട്ട് ഓഫ് ഉച്ചക്ക് 12 മണിക്കും രാത്രി 12 മണിക്കുമാണ് കട്ട് ഓഫ്. അതുകൊണ്ട് ആ കട്ട് ഓഫിന് മുമ്പായിട്ട് തന്നെ അത് ചെയ്യണം എന്നുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും റീപർച്ചേസ് ചെയ്താൽ മാത്രമേ ഇത് ക്യാരി ഫോർവേഡ് ചെയ്ത് കിട്ടുള്ളൂ. ഓക്കെ, അടുത്ത് ഞാൻ പറഞ്ഞു എല്ലാവരും പ്രൊമോ കോഡ് യൂസ് ചെയ്യേണ്ടവർ ഇന്ന് തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങുക. നാളെ 1:40 വരെയാണ് ഇപ്പൊ സമയം കാണിച്ചിരിക്കുന്നത്. ഈ പ്രൊമോ കോഡ് വന്നു കഴിഞ്ഞാൽ 48 hours മാത്രമേ അതിന് വാലിഡിറ്റി ഉണ്ടാവുള്ളൂ. പ്രൊമോ കോഡ് വന്നു കഴിഞ്ഞു. ഇന്ന് 29, 30, ഇന്നും നാളെയും. നാളെ 2 മണി വരെ, 2 മണി വരെ നോക്കണ്ട, നാളെ ഉച്ചക്ക് 12 മണി വരെ മുമ്പായിട്ട് ഈ പ്രൊമോ കോഡ് അവൈലബിൾ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എല്ലാം തന്നെ അവർക്ക് ആവശ്യമുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ലീഡേഴ്സ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചോദിക്കാം. ലീഡേഴ്സിന് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എത്രേ ഉള്ളൂ. 46-ാമത്തെ ഓപ്ഷനിൽ പോവുക. നമ്മൾ ഏതാണോ പ്രൊഡക്റ്റ് എടുക്കുന്നത് വെച്ചാൽ അതിന്റെ നോക്കിയിട്ട് PDF നോക്കിയിട്ട് ഇപ്പൊ ഫണ്ട് കമ്പനിയിലേക്ക് നേരത്തെ ട്രാൻസ്ഫർ ചെയ്യുക. എന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ. അത് നാളെ 30-ാം തീയതി ഉച്ചക്ക് മുമ്പായിട്ട് എല്ലാവരും ചെയ്യണം. ഓക്കെ, ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നാളെ നെയ്യാറ്റിൻകര BOP ആണ്. നെയ്യാറ്റിൻകര തിരുവനന്തപുരം പ്രദേശത്തുള്ള ആളുകൾ അവിടെ പങ്കെടുക്കുക. അതിന്റെ പിക്കെല്ലാം ഗ്രൂപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നലെ കോഴിക്കോട് BOP ആയിരുന്നു. നല്ല ആളുകളായിരുന്നു. കോഴിക്കോട് നല്ല കനത്ത മഴയാണെങ്കിൽ പോലും അതിനെ അവഗണിച്ചുകൊണ്ട് നല്ല ആൾക്കൂട്ടം ഇന്നലെ ആ കോഴിക്കോട് പ്രോഗ്രാമിലുണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു ഒരു പ്രോഗ്രാം ആയിരുന്നു ഇന്നലെ. അവിടെ നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു ആ പ്രോഗ്രാമിന്. നാളെ നെയ്യാറ്റിൻകരയാണ്, തിരുവനന്തപുരം ഭാഗത്തുള്ള ആളുകൾ. നമുക്ക് അവിടെ വെക്കാൻ കാരണം അവിടെ കുറെ ടീമുകളുണ്ട് സിറ്റി അപേക്ഷിച്ചിട്ട്. അതുകൊണ്ടാണ് അവിടെ ഇപ്പോൾ വെച്ചിരിക്കുന്നത്. സിറ്റിയിലേക്ക് നമ്മൾ വരുന്നതിനനുസരിച്ച് നമ്മൾ മാറ്റി ഓരോ സ്ഥലങ്ങളിലും വെക്കും. നമ്മൾ ഒരു സംശയമൊന്നും വേണ്ട കാര്യത്തിൽ. അതുകൊണ്ട് ആ പ്രോഗ്രാം ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ എല്ലാവരും. എല്ലാ സെന്റേഴ്സിലും എനിക്ക് ലീഡേഴ്സിനോട് പറയാനുള്ളത്, പലരും ഇത് നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ഉത്തരവാദിത്തമാണ് നമ്മളൊരു പ്രൊമോട്ട് ചെയ്യാന്നുള്ളത്. നമ്മൾ ഓരോ സെന്ററിലും എത്തുക എന്നുള്ളത് ഒരു ലീഡറിന്റെ ഉത്തരവാദിത്തമാണ്. ഇല്ലെങ്കിൽ എനിക്കും പറഞ്ഞാൽ പറയാം, ഇവിടെ നിങ്ങൾ അവിടെ ലീഡർമാരെല്ലാം നടത്തിക്കോളൂ അല്ലെ, എനിക്ക് വയ്യ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ. ഞാൻ എന്തിനാ ഇങ്ങനെ ഓടി എല്ലായിടത്തേക്കും പോകുന്നത്? ഞാൻ പോയില്ലെങ്കിൽ പ്രോഗ്രാം നടക്കൂലേ? അടിപൊളിയായിട്ട് നടക്കും. എന്നെക്കാൾ കഴിവുള്ള ലീഡേഴ്സ് നമ്മുടെ ടീമിലുണ്ട്. അതൊന്നും യാതൊരു കുഴപ്പമില്ല, എല്ലാം കൈകാര്യം ചെയ്യുവരും. പക്ഷെ ഞാൻ എന്തിനാ പോകുന്നത്? അതെന്റെ ഉത്തരവാദിത്തമാണ് എന്നുള്ള നിലയിലാണ് ഞാൻ പോകുന്നത്. അതെന്റെ ഡ്യൂട്ടിയാണെന്നുള്ള നിലയിലാണ് ഞാൻ പോകുന്നത്. അതുപോലെ നിങ്ങൾ ഓരോ ലീഡേഴ്സും ഇത് നമ്മൾക്ക് ഇവിടെ ഡെവലപ്പ് ചെയ്യേണ്ട ഉത്തരവാദിത്തം നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ട്. ഈ ടീം ഡെവലപ്പ് ആയാൽ മാത്രമേ നമ്മുടെ അക്കൗണ്ടിലേക്ക് പറഞ്ഞ ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തിനാ പോകുന്നത് എന്ന് ചിന്തിച്ചിരിക്കാതെ എല്ലാ ലീഡേഴ്സും പരമാവധി പ്രോഗ്രാം സെന്ററുകളിലേക്ക് 2 ആഴ്ച കൂടുമ്പോൾ ഒരു പ്രോഗ്രാം നടക്കുന്നത് അല്ലെ. അപ്പൊ ആ പ്രോഗ്രാം സെന്റർ നിങ്ങൾ എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ലീഡേഴ്സ് അവിടെ പങ്കെടുക്കുന്നില്ല എന്നുള്ള ആത്മപരിശോധന നിങ്ങൾ നടത്തണം. ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഇങ്ങനെ മാറി നിൽക്കുന്നവർക്കൊക്കെ വിജയിക്കാൻ പറ്റില്ല. എപ്പോഴും സജീവ സാന്നിധ്യമായിട്ട് എല്ലാ നമ്മൾ അവിടെ കണ്ണൂർ പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലോ, പിന്നെ എന്തിനാ കോഴിക്കോട് പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഞാനും അങ്ങനെ വിചാരിച്ചാൽ പോരെ എന്റെ ചാക്കോ സാറേ. അതുകൊണ്ട് പ്രോഗ്രാം സെന്ററുകൾ സജീവമാക്കണം. ഓരോ ലീഡേഴ്സും എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ ആ പരിസരത്തുള്ള ഇപ്പൊ തിരുവനന്തപുരംകാരൻ വന്നിട്ട് അവിടെ വരണമെന്ന് ഞാൻ പറയുന്നില്ല, കോഴിക്കോട്. പക്ഷെ തിരുവനന്തപുരത്തുള്ള ലീഡേഴ്സ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ആ പ്രദേശത്തുള്ള ലീഡേഴ്സിന് മഴയായിരുന്നു. അവിടെയുള്ളവർക്ക് മഴ. തിരുവനന്തപുരത്ത് നിന്ന് അവിടെ എത്തുന്ന ആൾക്ക് യാതൊരു മഴയുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തിരുവനന്തപുരംകാർ വന്നിട്ട് ഇപ്പൊ കണ്ണൂരും കോഴിക്കോടൊക്കെ ടീമുണ്ടാക്കി പിടിച്ച് വെച്ചിരിക്കുകയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ പിടിക്കും അല്ലെ. കഴിഞ്ഞ ദിവസം വളരെ സന്തോഷകരമായ വാർത്തയാണ്. നമ്മുടെ വണ്ടൂർ MLA, മലപ്പുറം ജില്ലയിലെ വണ്ടൂർ MLA അനിൽകുമാർ സാറിന് നമ്മൾ പ്രൊഡക്റ്റ് കൊടുത്തു ഇല്ലേ, നിങ്ങൾ കണ്ടില്ലേ അത്? അതൊക്കെ തിരുവനന്തപുരത്തിന്റെ ലീഡേഴ്സ് വഴിയാണ്. അവിടെയുള്ള മലപ്പുറത്തുള്ള ലീഡേഴ്സ് തന്നെയാണ് കൊടുത്തത്. എന്നാലും അവരാണ് ഇതിന്റെ ഇൻസ്പിരിയേഷൻ എന്ന് പറയുന്നത്. അവരാണ് ഇതിന്റെ ഇൻസ്പിരിയേഷൻ. അപ്പൊ നമ്മൾ ബിസിനസ് ചെയ്യാൻ വേണ്ടി വന്നാൽ ചില ബിസിനസ് തന്ത്രങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി നമുക്ക് തയ്യാറാവണമെന്നുള്ളത്. അപ്പോഴേ നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ.
അല്ലാണ്ട് വെറുതെ കഥ പറഞ്ഞു പോയതിനെ കൊണ്ടൊന്നും കാര്യങ്ങളില്ല. ഞാനിങ്ങനെ പറഞ്ഞാൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാവും. രാവിലെ കൊണ്ട് ഞാൻ നിർത്തുകയാണ്. എല്ലാവരും പോയി എന്നെ കാണുമ്പോൾ കേൾക്കുമ്പോൾ എന്റെ വീഡിയോ ഓഫ് ആക്കി എല്ലാവരും സ്ഥലം വിട്ട് കളഞ്ഞു. ഓക്കെ. അപ്പൊ ഞാൻ ചില പച്ച യാഥാർത്ഥ്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഇതെല്ലാം പറയുന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടാണ്, നിങ്ങളോടുള്ള ആരാധന കൊണ്ടാണ്, നിങ്ങളെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് പറയുന്നവരാണ്. കേട്ടില്ലേ? അതുകൊണ്ട് പരമാവധി സെന്ററിലേക്ക് നമ്മൾ എത്തണം, കൂടുതൽ ആളുകളായിട്ട് വരണം. ഇനി ഒരാഴ്ചക്കാലം നമുക്ക് ഓണമാണ്, അതുകൊണ്ട് ഓണം കഴിഞ്ഞിട്ട് മാത്രമേ ഇനി പ്രോഗ്രാം ഉണ്ടാവുള്ളൂ. നാളത്തെ നെയ്യാറ്റിൻകര പ്രോഗ്രാം കൂടി കഴിഞ്ഞാൽ നമ്മളെ പ്രോഗ്രാം എല്ലാം തൽക്കാലത്തേക്ക് നിർത്തിവെക്കുകയാണ്. ആഘോഷത്തിന്റെ വേലിയേറ്റം എല്ലാവരുടെയും മനസ്സിൽ തുടങ്ങിക്കഴിഞ്ഞ്, തൃപ്പൂണിത്തുറ അത്തം കഴിഞ്ഞത് കൂടിയിട്ട് ഓണാഘോഷം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കലതെല്ലാം തുടങ്ങിയിട്ടുണ്ട്. വലിയ തിരക്കിലാണ്, ടൗണിലൊന്നും പോകാൻ പറ്റുന്നില്ല, ഭയങ്കര ട്രാഫിക് ജാമാണ്. എല്ലാവരും വളരെ സന്തോഷത്തിലാണ്. അപ്പൊ എല്ലാവർക്കും അഡ്വാൻസ് ആയിട്ട് ഒരു ഹാപ്പി ഓണാശംസകൾ ഈ അവസരത്തിൽ ഞാൻ നേരുകയാണ്. ഓണവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സൂമിലൂടെയുള്ള ഓണം പ്രോഗ്രാം നമ്മൾ അറേഞ്ച് ചെയ്യാറുണ്ട്. അതിന്റെ ഡേറ്റ് എപ്പോഴാണ് വേണ്ടത് വെച്ചാൽ നമുക്ക് എല്ലാ കോർഡിനേറ്റേഴ്സ് ഒക്കെ ആയിട്ട് ആലോചിച്ച് നമ്മളത് അനൗൺസ് ചെയ്യും. എല്ലാവരും അതിനകത്ത് പങ്കെടുക്കണം. സൂമിലൂടെയുള്ള ഓണാഘോഷം. പാട്ട് പാടാൻ കഴിവുള്ളവരുണ്ടാവും, അഭിനയിക്കാൻ കഴിവുള്ളവരുണ്ടാവും, ഇല്ലേ? ഓണപ്പാട്ടുകൾ പാടുന്നവരുണ്ടാവും, മാപ്പിളപ്പാട്ടുകൾ പാടുന്നവരുണ്ടാവും, ദേശീയ ഗാനങ്ങൾ പാടുന്നവരുണ്ടാവും. അങ്ങനെ വെറൈറ്റി ഒരു വൈബായിട്ടുള്ള ഒരു ഓണാഘോഷം നമ്മൾ സൂമിലൂടെ സംഘടിപ്പിക്കും. അതെല്ലാ ലീഡേഴ്സും അതിനുവേണ്ടി തയ്യാറാകുക. അതിന്റെ ദിവസം എപ്പോഴാണ് വേണ്ടത് നമുക്കൊന്ന് എല്ലാവരുമായിട്ട് ചർച്ച ചെയ്ത് കൺഫേം ചെയ്യുന്നതായിരിക്കും. പിന്നെ ഓണാഘോഷങ്ങൾ അതാത് ടീമിന്റെ ബേസിൽ പല സ്ഥലങ്ങളിലും ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട്. അതാത് ടീമുകൾ ചെയ്യാറില്ല. മൊത്തം കേരളത്തിൽ നമുക്ക് ഒറ്റ ചെയ്യാൻ പറ്റില്ല. ടീം ബേസ്ഡ് ഓണാഘോഷങ്ങൾ ഇപ്പം പല പിക്കുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ സന്തോഷത്തിലാണ്, വലിയ ആവേശത്തിലാണ് എല്ലാവരും. അതുകൊണ്ട് നന്നായിട്ട് ഓണാഘോഷിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇനി ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഡെയിലി ഓണമായി മാറാൻ വേണ്ടിയിട്ട് ബയോട്ടോറിയത്തെ നിങ്ങൾ നെഞ്ചിലേറ്റിയാൽ മതി. അല്ലെ? ഡെയിലി ഓണാഘോഷം. നമുക്ക് യാതൊരു പ്രയാസങ്ങൾ ഉണ്ടാവില്ല, പ്രതിസന്ധികൾ ഉണ്ടാവില്ല, ആരോഗ്യം ഉണ്ടാവും, സമ്പത്ത് ഉണ്ടാവും, സമൃദ്ധി ഉണ്ടാവും, സമാധാനം ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും. അപ്പോഴാണ് നമുക്ക് ഈ ഓണമൊക്കെ മനസ്സിൽ ആഘോഷിക്കാൻ പറ്റുള്ളൂ. അല്ലെ? ഈ ബാധ്യതകളും ഉത്തരവാദിത്തങ്ങളും നിൽക്കുമ്പോൾ നമുക്ക് ഓണത്തിന് പൊലിമ ഉണ്ടാവില്ല സ്വാഭാവികമായിട്ടും. അപ്പൊ ആ ഓണപ്പൊലിമ നിങ്ങളുടെ മനസ്സിലേക്ക് ചൊരിയണമെങ്കിൽ എന്ത് വേണം? ഡെയിലി ആ ഓണം ആഘോഷിക്കണമെങ്കിൽ നമുക്ക് നല്ലൊരു ആരോഗ്യത്തോടൊപ്പം നല്ലൊരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. അതിന് പറ്റിയൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഇതെന്ന് മനസ്സിലാക്കിക്കൊണ്ട്, തിരിച്ചറിഞ്ഞുകൊണ്ട് എല്ലാവരും ഇത് ഏറ്റെടുക്കുക. ടീമിനെ ചേർത്ത് പിടിക്കുക, ടീമിനെ സ്നേഹിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ആരോടും വെറുപ്പോ പകയോ വിദ്വേഷമോ ഉണ്ടാകാതെ, അല്ലെ? എന്തെങ്കിലും പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഉണ്ടെങ്കിൽ അതെല്ലാം ചർച്ചകളിലൂടെ പരിഹരിച്ചുകൊണ്ട്, അല്ലെ, ഒരുമിച്ച് ഒന്നിച്ചു മുന്നേറാൻ വേണ്ടി നമുക്ക് സാധിക്കുകയാണെങ്കിൽ വലിയ വിജയം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. ആരും ഒറ്റക്കല്ല ഇവിടെ. അതാ ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. ഞാൻ ഒറ്റക്കാണെന്ന് ആരും തോന്നണ്ട. ഇവിടെ എല്ലാവരും ഒന്നിച്ചാണ്, ഒരുമിച്ചാണ് എന്നുള്ള ഒരു ചിന്തയോട് കൂടിയിട്ട് ടീമിനെ ചേർത്ത് പിടിക്കാൻ എല്ലാ ലീഡേഴ്സിനും സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ പ്രോഗ്രാം വളരെ അടിപൊളിയായി അവതരിപ്പിച്ച, വളരെ ഡീപ്പ് ലെവലിലേക്ക് നോളജ് നൽകിയ നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ജോയ് പീറ്റർ സാറിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട്, ഇനിയും അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഫിസിക്കലായും ഇതുപോലെ സൂമിലൂടെ ഉണ്ടാകുന്ന ഉറപ്പ് നൽകിക്കൊണ്ട് ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത ഓരോരുത്തർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട്, അല്ലെ, നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബേട്ടോറി. താങ്ക് യു.